കർത്താവിൻ്റെ നാമമഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി വചനം ശുശ്രൂഷിപ്പാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാമുവൽ മാത്യു, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യം ഇല്ല എങ്കിലും ഇന്ന് രാത്രി ഓർപ്പിക്കുന്നു. പാളയം നാലാഞ്ചിറ സഭയോടുള്ള ബന്ധത്തിൽ ദീർഘകാലം ശുശ്രൂഷിക്കുകയും ആ ശുശ്രൂഷ അനുഭവിച്ച ദൈവമക്കളൊക്കെ തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത്. ബൈബിൾ കോളേജിനുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുകയും അതിൻ്റെ ചുമതലകളൊക്കെ വഹിക്കുകയും ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസൻ. കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയുടെ പുറത്തുമൊക്കെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിലപ്പെട്ട കർത്തദാസനാണ്. ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ ഒരു പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ തന്നെ വിലപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ ഈ കൺവെൻഷനുകളിൽ ശുശ്രൂഷിക്കുന്നു. പല അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ സ്റ്റേജുകളും അവർ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ തന്നെയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് രാത്രി ആരംഭ രാത്രി തന്നെ നമ്മളോട് സംസാരിപ്പാനുണ്ട്. പ്രാർത്ഥനയോടെ ആയിരിക്കും. ആരും വന്നതുപോലെ വെറുതെ ഇറങ്ങിപ്പോകാതെ, എന്തോ കേട്ടു പോകുന്ന അനുഭവം ഉണ്ടാകാതെ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി നമ്മൾ ഇടപെടുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്തദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജനറൽ കൺവെൻഷൻ്റെ 12ാമത് ജനറൽ കൺവെൻഷനിൽ പ്രാരംഭ രാത്രിയിൽ ഇപ്രകാരം ദൈവവചനവുമായി നിൽപ്പാൻ എളിവന ദൈവം ഭാഗ്യം തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിരാത്രിയുടെ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ തോമസ് വർഗീസ് പാസ്റ്റർ, അതുപോലെ പെന്തക്കോസ്റ്റൽ മാറാത്ത ഗോസ്ബൽ ചർച്ചിൻ്റെ ജനറൽ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ കെ ജോസഫ് അവരുടെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഒരു പിതാവിന് തുല്യം സ്നേഹിക്കുകയും എന്നെ ഒരു മകനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ കർത്തൃഭൃത്യനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീത ആലോചന ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ കാഴ്ചവെക്കുവാൻ ഇടിയായി തീർന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ശാന്തമാണെങ്കിലും വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആലോചനകൾ ഇന്ന് രാത്രി പ്രഘോഷണം ചെയ്യുന്നതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടെ ശുശ്രൂഷയിലായിരിക്കുന്ന ഭക്തന്മാരുണ്ടല്ലോ, ജനറൽ കൗൺസിലിൽ ശുശ്രൂഷയിലായിരിക്കുന്ന ഭക്തന്മാരായ ദൈവദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ പ്രിയപ്പെട്ടവരെ, കൗൺസിൽ മെമ്പേഴ്സിനെ, ജനറൽ കൗൺസിൽ മെമ്പേഴ്സിനെ, ഡിസ്ട്രിക്റ്റ് പാസ്റ്റേഴ്സിനെ എല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ സ്റ്റേറ്റിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ജെ അലക്സാണ്ടർ അവരുടെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന അഭിഷിക്തന്മാരായ ദൈവദാസന്മാരെയും എല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന KM ജോർജ് സാറിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിദേശത്തു നിന്ന് ഷാർജയിൽ നിന്ന് പ്രിയ സൈമണങ്ങളും കടന്നു വരുവാനായി തീർന്നു. എല്ലാവരെയും എനിക്ക് പേരെടുത്ത് പറയണമെന്നുണ്ടായി, എങ്കിലും എൻ്റെ സമയം അനുവദിക്കുന്നില്ല. ഞാൻ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന അഭിഷിക്തന്മാരായ ദൈവദാസന്മാരുണ്ട്. ദൈവവേലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കർത്തൃഭൃത്യന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പാളയം നാലാഞ്ചിറ സഭകൾ മാത്രമല്ല, ഇതര സഭകളിലും ദൂരത്തു നിന്നും ഒക്കെ നമ്മുടെ PMG സഭയുടെ അല്ല മറ്റുള്ള സുവിശേഷ വിഹിത സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരെയൊക്കെയും ഞാൻ കാണുന്നു. പലരെയും എനിക്ക് പരിചയമുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ക്രിസ്തീയ വന്ദനങ്ങൾ ഈ രാത്രി അറിയിക്കുന്നു. ഇന്ന് രാത്രി ഞാനിവിടെ ആയിരിക്കുമ്പോൾ ശാരീരികമായ അല്പമല്ലാത്ത ക്ലേശങ്ങൾ എനിക്കുണ്ട്. പലരും അറിഞ്ഞു കാണും, ഞാൻ യാത്ര ചെയ്ത സ്ഥലത്ത് വളരെ ടെമ്പറേച്ചർ ഡൗൺ ആയിരുന്ന ഒരു സ്ഥലത്താണ്. 9 ഡിഗ്രി സെൽഷ്യസിൽ ആയ ഒരു പ്രദേശത്ത്, കുവൈറ്റിൻ്റെ പ്രദേശത്തെ കടന്നു പോകാൻ കർത്താവ് ഇടയാക്കി. അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ തൊണ്ടയ്ക്ക് വലിയ പ്രയാസമുണ്ടായി, ശാരീരികമായ അസ്വസ്ഥതകൾ എനിക്കുണ്ടായി. സ്തോത്രം. ഇന്ന് ശുശ്രൂഷിപ്പാൻ കഴിയുമോ എന്ന് ഭാരപ്പെടത്തക്കവണ്ണം പ്രയാസങ്ങളുണ്ടായെങ്കിലും എനിക്കറിയാം എൻ്റെ പിന്നിൽ ഞാൻ ഒറ്റയ്ക്കല്ല, പ്രാർത്ഥനയിൽ സഹായിക്കുന്ന ദൈവമക്കളുണ്ട്. അവരുടെ മധ്യത്തിൽ നിൽക്കുന്നതൊരു അനുഗ്രഹമാണ്. ഇന്ന് രാത്രി സ്തോത്രം പറയുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ നിൽക്കുന്നതൊരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റയ്ക്കല്ല നാം പോരാടുന്നത്. ആമേൻ. ഒരു ദൈവഭക്തൻ എന്നെ ഫോണിൽ, ഞാൻ എയർപോർട്ടിലിരിക്കുമ്പോൾ ഫോണിൽ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ സെൻട്രൽ ചർച്ചിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം എന്നോട് ആത്മാവിൽ അദ്ദേഹം ദൂത് പോലെ പറയാനിടയായിരുന്നു.
സ്തോത്രം. വിശദീകരണങ്ങൾ ഇപ്പോൾ ഞാൻ നൽകുന്നില്ല. വളരെ ശക്തമായി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. PMG സഭയ്ക്ക് വേണ്ടിയും അതിൻ്റെ സെൻട്രൽ ചർച്ചകൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാനിപ്പോൾ ഒരു തിരക്കിലാണ്, എങ്കിലും ഞാൻ ആ വിഷയം ഓർത്ത് പ്രാർത്ഥിച്ചോളാം. എനിക്കറിയാം അത് എന്നോട് അദ്ദേഹം പറയേണ്ട യാതൊരു കാര്യവുമില്ല. മറ്റൊരു പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന അഭിഷിക്തനാണ്. പക്ഷേ അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഈ ശുശ്രൂഷകൾക്കകത്ത് എളിയവനെയും ഒരു ഭാഗവാക്കാക്കി ദൈവം വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കിതിനകത്ത് വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് കർത്താവ് ചൂണ്ടിക്കാണിച്ചതാണ്. സ്തോത്രം. അത് ഞാൻ പ്രാർത്ഥനയോടെ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ സ്നേഹിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന അഭിഷിക്തന്മാരായ ദൈവമക്കളായ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി കർത്താദാസൻ ഇവിടെ പാട്ട് ലീഡ് ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ആത്മീയ നിറവിൽ പാടിയ ദൈവമക്കളെ നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാട്ട് ലീഡ് ചെയ്ത ദേവദാസൻ തന്നെ ഇവിടെ ഓർപ്പിക്കാനിടയായി തീർന്നു. ഞങ്ങളുടെ കയ്യിൽ മാജിക്കൊന്നുമില്ല. അത് നല്ലൊരു വാക്കാണ്. മാജിക്കൊന്നുമില്ല, മാജിക്കിൻ്റെ ആവശ്യമില്ല. അഭിഷേകമുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടും. ഞാൻ അറിയുന്നു ഈ ഓഡിറ്റോറിയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ഇതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുക. അടുത്ത സെഷനുകൾ കടന്നു വരുന്ന ദൈവദാസന്മാർക്ക് നല്ലൊരു ചാലൊരുക്കി കൊടുക്കാൻ, ഒരു സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എന്നെ ഒരു ദൂത ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഓടി വരുവാൻ താല്പര്യപ്പെടുന്നു. ആമേൻ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ദൈവസഭയുടെ മുമ്പിൽ പ്രാർത്ഥനയോടെ വയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ അതിനു മുമ്പായിട്ട് കർത്താവ് എന്നോട് ആവശ്യപ്പെട്ട ഒരു ചെറിയ ചിന്ത ഒന്ന് വെച്ച് സ്തോത്രം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കണമേ. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. സിയോനെ ഉണരുക, ഉണരുക, സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് പറയുന്നു, നമുക്കൊന്ന് ഉണരണം, നമുക്കൊന്ന് ഉണരണം എന്ന് പറഞ്ഞാൽ ഇടക്കാലത്ത് ഉണ്ടായ ഉറക്കങ്ങളിൽ നിന്ന് നമുക്കൊന്ന് എഴുന്നേറ്റ് വരണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയ KM ജോർജ് സാറിൻ്റെ വീട്ടിൽ ആരാധന നടക്കുന്ന സമയത്ത് പ്രിയ ലീലാമാമയോട് കർത്താവെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ അവിടെ ചെന്നപ്പം അറിയാനിടയായി തീർന്നു കർത്താദാസി ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നു എന്ന് അറിയാനിടയായി. പ്രൈസ് ലോർഡ്. ആ നല്ല സ്നേഹമുള്ള എല്ലാ മുഖങ്ങളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. KM ജോർജ് സാറിൻ്റെ വീട്ടിൽ ആരാധന നടക്കുന്ന സമയത്ത് ചെറിയ കുട്ടി നിക്കർ വിട്ടുകൊണ്ട് അതുവഴി ഓടി നടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഭയങ്കര അഭിഷേകത്തിൻ്റെ ഒരു വലിയ കവിഞ്ഞൊഴുക്ക് എനിക്ക് കാണാനിടയായി തീർന്നു. പലപ്പോഴും ഭയപ്പെട്ടിട്ടുണ്ട് അതിനകത്തൊന്ന് കയറിയിരിക്കാൻ. എൻ്റെ സ്വന്തം അനുഭവമാണ് കേട്ടോ. സ്തോത്രം. ആ റൂമിനകത്ത്, ആരാധന നടക്കുന്ന ഭവനത്തിനകത്ത്, മുറിക്കകത്തൊന്ന് കയറി വരാൻ ഭയപ്പെട്ടിട്ടുണ്ട്. അത്രത്തോളം വലിയൊരു അഭിഷേകത്തിൻ്റെ സ്പർശിക്കുവാൻ കഴിയുന്ന ദൈവസാന്നിധ്യം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒന്നാണ് PMG സഭയെ ദൈവം ഏൽപ്പിച്ചതെങ്കിൽ അതിലൊട്ടും കുറവല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാത്രി അതിലേക്കൊന്ന് കയറി വരാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ശാരീരികമായി നാം ഉറങ്ങിയാൽ നല്ലതാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം, അല്ലേ? നമുക്കൊന്ന് ഫ്രഷായിട്ട് എഴുന്നേറ്റ് വരാൻ പറ്റും. പക്ഷേ ആത്മീയത്തിൽ ഉറങ്ങിയാൽ അവൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. പോരാ, അവൻ മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. കൂടെ ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥലങ്ങളൊക്കെ കീഴടക്കിക്കൊണ്ടിരുന്നത് സന്ധിയാകുമ്പോൾ കുടിയന്മാരെന്ന് പറയുന്ന മദ്യപാനികളായിരുന്നു. അവർക്ക് സന്ധിയായി കഴിയുമ്പോൾ സ്വല്പം സേവിച്ച് കഴിഞ്ഞെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. മാത്രമല്ല, നെരിയാപുരം പ്രദേശത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് ആ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ലവണ്ണം കുടിച്ചിട്ടുള്ളത് ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. കാരണം അവിടെ വരുമ്പോൾ ആത്മീയം കൂടും. പിന്നെ പെന്തക്കോസ്തിനെ കുറിച്ചുള്ളതായ അഭിപ്രായങ്ങൾ വരും. കർത്താവിനെ കുറിച്ചും പറയും. അന്യഭാഷ പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് കൊണ്ടാ, അല്ലെങ്കിൽ അതും പറഞ്ഞേനെ. നല്ല പാട്ട് കേൾക്കാം, റെക്കോർഡ് ഗാനങ്ങളൊക്കെ പാടും. പക്ഷേ ഈ പാട്ടെല്ലാം പോയി അസ്തമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലരും പോകുന്ന വഴിക്ക് പള്ളിയുടെ ശവക്കോട്ടയുണ്ട്. ശവക്കോട്ടയുടെ മുകളിൽ കയറി വീടാണ്, കട്ടിലാണെന്ന് വിചാരിച്ച് സ്ലാബിൽ കിടന്ന് ഉറങ്ങുന്നവരെ കണ്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വന്ന ഒരു ചിന്ത, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ കണ്ട ഒരു കാഴ്ചയാകട്ടോ. സ്തോത്രം. മേളിൽ കിടക്കുന്നവന് ഉറങ്ങുക, താഴെ അകത്ത് കിടക്കുന്നവന് ഉറങ്ങുക. പക്ഷെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, താഴെ കിടക്കുന്നവൻ എന്നേക്കും ഉറങ്ങിപ്പോയി. മേളിൽ കിടക്കുന്ന ഒരു ചാൻസ് കൂടെ ദൈവം കൊടുത്തു.
ഇന്ന് രാത്രി ഒരു ചാൻസിന്റെ ബാക്കിയിലാണ് നാം ഇരിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ഇല്ല, ഇന്ന് രാത്രി ഉണരുവാനുള്ള സമയമാണ്. മറന്നു പോകരുത്, ഇത് ഉറങ്ങി അങ്ങ് പോകരുത്. ആമേൻ. നമുക്കൊന്ന് ഉണരുവാൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. പ്രവചനം 52-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഉണർന്നാൽ എന്തെല്ലാം സംഭവിക്കുമെന്നുള്ള വിഷയമാണ്. കർത്താവ് എന്നെ പെട്ടെന്നൊന്ന് തട്ടി ഉണർത്തിയത് കൊണ്ട്, ഇന്ന് എൻ്റെ വിഷയം അതല്ല എങ്കിലും എന്നെ തട്ടി ഒന്ന് ഉണർത്തിയത് കൊണ്ട് ഞാൻ ആ വിഷയം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഉണർന്നാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ആ ഭാഗത്തിൽ തന്നെ കാണുന്നുണ്ട്. പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. സമയം അതിൽ അനുവദിക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ല എന്നതുകൊണ്ട് ആ ഭാഗം തന്നെ ഇതാവട്ട് വായിക്കുമ്പോൾ, ഉണർന്നാൽ എന്തെല്ലാം സിയോൻ ലഭിക്കും. വായിക്കാം, 1-ാമത്തെ വാക്യം മുതൽ. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. അപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ, ശരിക്കും ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ ശക്തി മടങ്ങി വരും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൈവസഭയെ നോക്കിക്കൊണ്ട് ആത്മാവിൽ വിവേചിച്ചു പറയുന്നു, ഉണരാൻ തയ്യാറായാൽ, വീഴ്ച സംഭവിച്ചു കർത്താവേ, ഇന്നിന്ന ഇടങ്ങളൊക്കെ ഞങ്ങൾ മയങ്ങിപ്പോയി എന്നൊന്ന് പറഞ്ഞ് ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റാൽ സംഭവിക്കാൻ പോകുന്നത് ദൈവസഭയുടെ ഒരു ശക്തിയുടെ കേന്ദ്രമായി ദൈവം ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നമ്മെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്താൻ പോകുകയാണ്. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയാം കേട്ടോ. വിവിധ സ്ഥലങ്ങൾ, രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഞങ്ങളെ എവിടുന്നാണ് വരുന്നത്, ഏതാ ചർച്ച എന്നൊക്കെ ചോദിക്കും. PMG എന്നൊക്കെ പറയുമ്പം അറിയാവുന്ന പലരും, ഏതാണ്ട് ഒരു 95% ആൾക്കാർ വന്ന് PMGക്കാരല്ലേ. ഒരു പ്രത്യേക ഒരു സന്തോഷം, സ്തോത്രം. അതിന് കാരണം ഒന്ന്, അന്ന് കത്തിയതായ തീയുടെ ചെറിയ വെളിച്ചം. അതിപ്പോഴും അടിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. പ്രൈസ് ദി ലോർഡ്. യെസ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരെ ദൈവം ഇവിടെ അയക്കുന്നത്. അതുകൊണ്ട് അവർ പറയുകയാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സ്ട്രെയിൻ ചെയ്യേണ്ടി വരത്തില്ല, അതൊക്കെ നിന്ന് കൊടുത്തേച്ചാൽ മതി. PMGക്കാരെന്നുള്ള ബേസിലാകട്ടോ. സ്തോത്രം. അതിൻ്റെ ഉള്ളിൽ പറയുന്നത്, എൻ്റെ കർത്താവെ, ആ പേര് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകല്ലേ എന്നുള്ള കരച്ചിൽ എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് ഉണരേണ്ടത് ആവശ്യമായിരിക്കുന്നു. സ്തോത്രം. ഉറങ്ങിപ്പോകാനുള്ള സമയം ഇതല്ല, സമയം കഴിഞ്ഞിരിക്കുന്നു. ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ, ഇന്നത്തെ കാലഘട്ടങ്ങളിലേക്ക് ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇനിയും ദൈവസഭയുമായുള്ള ബന്ധത്തിൽ നടക്കേണ്ട എന്തെങ്കിലും പ്രവചനങ്ങൾ ബാക്കിയുണ്ടോ എന്ന് സംശയമാണ്. കർത്താവിൻ്റെ മടങ്ങി വരുമ്പോഴുള്ള ബന്ധത്തിൽ ഇനി നടക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ലവേ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അതുപോലെ സംഗതികൾ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ പറയാം, പ്രധാനമന്ത്രി ശ്രീ മോദിജി പോലും ചിന്തിച്ചില്ല ഇങ്ങനെയൊക്കെ സംഗതികൾ വരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ കൈയും വിട്ട് സംഗതി പോവുക. അതിന് കാരണം മറ്റൊന്നുമല്ല, കാർഡ് സിസ്റ്റത്തിലേക്ക് വന്ന് എത്രയും വേഗം ചിപ്പ് സിസ്റ്റത്തിലേക്ക് വരാൻ പോവുക. അതിനെ പടിവാതിക്കൽ ചവിട്ടി നിൽക്കുമ്പോൾ, ദൈവസഭയെ, ഇത് നാം ഉറങ്ങേണ്ട സമയമല്ല എന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. പണ്ട് നമ്മുടെ മേൽ പകർന്ന അഭിഷേകം ഇപ്പോഴും കൈമുതലായി ഉണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ഉണർന്നാൽ സംഭവിക്കാൻ പോകുന്നത്, ശക്തി മടങ്ങി വരും. ശിംശോന്റെ മേൽ സംഭവിച്ചതാ. അവന് ജഡ നഷ്ടപ്പെട്ടു പോയി. ഇടക്കാലത്ത് അവൻ വളരെ കഷ്ടത്തിലായി. പക്ഷേ സംഭവിച്ചതെന്നറിയാമോ? അവന്റെ ജഡ വളർന്നു തുടങ്ങി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആരോഗ്യം നോക്കിക്കൊണ്ടുപോയി ആത്മാവിൽ വിളിച്ചു പറയുക, ജഡ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രതിഷ്ഠയിലേക്ക്, തീരുമാനത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നിമിഷത്തിൽ എനിക്ക് ആത്മാവിൽ ദർശിക്കാൻ കഴിയുന്നത്. ആരുടെയൊക്കെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ താങ്ക് യു ലോർഡ്. ശക്തി മടങ്ങി വരും. ഉണർന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാ. രണ്ടാമത്തെ കാര്യം, അതേ വാക്യത്തിലുണ്ട്, അലങ്കാര വസ്ത്രം ധരിക്കുക. മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ സംഭവിക്കുന്നത്, അവൻ്റെ ദേഹത്ത് ധരിപ്പിക്കുന്നത് അലങ്കാര വസ്ത്രമാണ്. മൂന്നാമത്, അതേ വാക്യത്തിൽ, അശുദ്ധൻ ഇനി നിന്റെ അടുക്കലേക്ക് വരികയില്ല. ഇത്രയും നാൾ വന്നത് എങ്ങനെ? പേര് പറഞ്ഞ് നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് അവിടുന്ന് ഇവിടുന്നുമൊക്കെ കഴുത്തിന് പിടിക്കാൻ, ഞെക്കിക്കൊല്ലാൻ ഓരോ പോരാട്ടങ്ങൾ കയറി വന്നില്ലേ? ഉണർന്നു കഴിഞ്ഞാൽ ആ പരിപാടി തീരും. നമ്മൾ ആരാണെന്ന് ദേശം മനസ്സിലാക്കും. സ്തോത്രം. ഞാൻ അറിയുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ ഇപ്രകാരം ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, ഉപവാസ പ്രാർത്ഥനയ്ക്കിടയിൽ, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഈ റോഡേ നടന്നാൽ മതി, ചിലതൊക്കെ ഓടിപ്പോകും. സ്തോത്രം. ഹല്ലേലൂയ.
സത്യം പറഞ്ഞാൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുവാനിടയായി തീർന്നു. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ട സമയത്ത് കർത്താവ് അതിലേക്ക് ചവിട്ടി ഒതുക്കുന്നത് കാണാനിടയായി. ഞാൻ പറയാം, സ്തോത്രം, എന്നേക്കാൾ അഭിഷിക്തന്മാരായ ശക്തന്മാരായ ദൈവദാസന്മാർ ഇന്ന് ഇവിടെ നിൽക്കുന്നു, എന്നോടൊപ്പമായിരിക്കുന്നു, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അവരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് സ്തോത്രം ഇപ്രകാരം ഈ സ്റ്റേജിൽ നിൽക്കുവാൻ എളിയവനും ഇടയായി തീർന്നത് എന്ന് ഞാൻ വിനയത്തോടെ ഓർക്കുന്നു. ദൈവദാസന്മാരുടെ മുമ്പിൽ സന്തോഷത്തോടെ അതേ സ്തോത്രം അതേ മുട്ടുമടക്കുകയും ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമുക്ക് ഒരുമിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയും ഉണർന്നാൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ. അതെ, 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 52:2 വായിക്കുന്നത്, കണ്ടോ, ഈ പൊടി അങ്ങ് പോവും. ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വേണ്ടാത്ത പൊടികളെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അടുത്തത് അതിന്റെ 9-ാമത്തെ വാക്യം, നിന്റെ കഴുത്തിലെ ബന്ധനം അഴിച്ചു കളക, ബന്ധനം അഴിഞ്ഞു പോകും. ഉണർന്നാൽ സംഭവിക്കുന്ന കാര്യമാണ്. 7-ാമത്തെ വാക്യത്തിൽ സ്തോത്രം വായിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്, ദൈവനാമം ദൂഷിക്കപ്പെടുന്നത് നിർത്തൽ ചെയ്യപ്പെടും. അടുത്തത് 13-ാമത്തെ വാക്യത്തിലും 5-ാമത്തെ വാക്യത്തിലും ഒരുപോലെ കാണുന്നു. ദൈവനാമം ദൂഷിക്കപ്പെടുക ഇല്ലെന്ന് മാത്രമല്ല അത് മഹത്വപ്പെടുകയും ചെയ്യും. സ്തോത്രം. 7 കൂട്ടം കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇത് എന്തിനു വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്? ഉണരുന്നവർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഇന്ന് രാത്രി വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് ഒരു കാര്യം പറയാം. ദൈവമേ, എന്നെ ഒന്ന് ഉണർത്തണമേ. സ്തോത്രം. പത്രോസ് പറഞ്ഞ നല്ല ആ വാക്യ ശകലങ്ങളെക്കുറിച്ച് കർത്താവിനെ ഓർപ്പിക്കുകയുണ്ടായല്ലോ. സ്തോത്രം. ആ ഒരൊറ്റ വാക്കിൻ്റെ പിന്നിൽ നടന്നത് ഭയങ്കര പ്രവൃത്തികളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാവിൻ തുമ്പത്തിരിക്കുന്നതായ നല്ല വാക്കുകളുടെ മേൽ ഇറങ്ങി വരുന്ന ആത്മീയമായ പ്രവൃത്തികളുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചു. ഒറ്റ വാക്കുകൊണ്ട് ഉയർക്കുക എന്ന് പറഞ്ഞപ്പോൾ ലാസറെ പുറത്തു വന്നു. ഞാൻ അവിടെ കാണുന്ന കാഴ്ച, ലാസറിൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ബണ്ടിൽ കെട്ടിയിരിക്കുന്ന പോലെ ഇങ്ങനെ കെട്ടി സുഗന്ധദ്രവ്യം വിട്ട് കെട്ടി വെച്ചിരിക്കുക. ആമേൻ. ഒരു തലേണ കെട്ടി വെച്ചിരിക്കുന്ന പോലെ കെട്ടി വെച്ചിരിക്കുക. അവനോട് പുറത്തു വരാൻ പറഞ്ഞപ്പോൾ ഒറ്റ അടിക്ക് പുഴു തെറിക്കുന്ന പോലെ തെറിച്ച് അവൻ വെളിയിൽ വന്നു. കർത്താവ് ഉടനെ വിളിച്ചു പറഞ്ഞു, അവൻ്റെ കെട്ടഴിക്കുവേൻ, അവൻ പോകട്ടെ. ഞാനായിരുന്നെങ്കിൽ ഒന്നുകൂടെ കൂട്ടി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാരുടെ കൂട്ടത്തിലെങ്ങാണ് ഞാനുണ്ടായിരുന്നേ പറയണം, കെട്ടഴിക്ക്, അവനെ ശ്വാസം മുട്ടിച്ചാകും. കാര്യങ്ങൾ ഇവർത്തി കർത്താവ് സ്തുതിച്ചാട്ടെ. കർത്താവ് നമ്മുടെ മേൽ വിടുതൽ പകർന്നിട്ടും എനിക്ക് വീണ്ടും ബന്ധനമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒന്ന് കുടയാമെങ്കിൽ അങ്ങ് അഴിഞ്ഞു പോകുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് പറയുക. ആമേൻ. സ്തോത്രം. കാരണം അവൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അതങ്ങ് പിടിച്ചു വാങ്ങിച്ചെടുത്തേച്ചാൽ മതി, അതൊന്ന് എക്സസൈസ് ചെയ്തേച്ചാൽ മതി. അതൊരു വിടുതലാണ്. ആമേൻ. അല്പനിമിഷങ്ങൾ കർത്താവിനെ നമുക്ക് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഒന്ന് ഉണരുവാനായി ദൈവകരങ്ങൾ ഏൽപ്പിച്ചാട്ടെ. താങ്ക് യു ജീസസ്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും. താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ് ലോർഡ്. Thank you, Father. ശക്തിയോടെ ബലവും എന്റെ യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിനെ. ഹല്ലേലൂയ. ഓ റിബലശബലദബഹന്ദര. ഓ Hallelujah, hallelujah. Oh, മഹത്വവും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്നു ഇന്ന് രാത്രി. ഹോളി മഹത്വവും ജ്ഞാനവും സ്തോത്രം. താങ്ക് യു ഫാദർ. ശക്തിയും ബലവും ഒരിക്കൽ കൂടെ ആത്മാവിൽ. ഹല്ലേലൂയ, Hallelujah. Shabalabana dilaba hundabana regadaba. Andara re radura harayaba. Shadabana de avaisharada. Antadare asudherada. Oh, hage
നന്ദിയോടെ ശമഹലേലെ സിന്ധുരാജ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ താങ്ക് യു ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യത്തിനായി ഓ രാംശലമാധബഹു അശ്വൽമദ അങ്ങസേതോ ഹബഹരാജ ഹരബദ ശേനാദായ ആത്മാവിൽ അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് വന്നതുപോലെ അല്ല, മടക്കി കർത്താവ് നമ്മെ അയക്കുന്നു ശക്തിയോടെ ഉണർവോടെ. ആത്മാവിന്റെ ശക്തിയുടെ ആലയൊലിക്കുവാൻ തീരമാല അടിക്കുന്നത് പോലെ നൂറ്റന്റെ പല്ലുകൾ തകരുകയാണ്. ഇന്ന് രാത്രി oh hallelujah yes hallelujah hallelujah yes hallelujah മഹത്വവും ജീവനുള്ള കർത്താവേ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരണമേ. Thank you, Lord. Thank you, Lord. Praise you, Lord. Praise you, Lord. Have a share, I share. Shimaraya Sarathora Sethele. Vachanam adine kriya cheyate. Yeshuviന്റെ നാമത്തിൽ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം സത്യവും എല്ലാം മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ യേശുവേ സ്വതന്ത്രമാക്കുക, അനുഭവിക്കത്തക്കവണ്ണ ഒരു സ്പർശനം വഹിക്കുക.
സ്പർശിക്കത്തക്കവണ്ണം നമ്മളൊരു വിടുതൽ, നിലനിൽക്കുന്ന ഒരു ആത്മീയ സ്വാധീനം ഇന്ന് രാത്രിയിലേക്ക് മാത്രമുള്ളതല്ല, ജീവപര്യന്തവർമ്മേ വ്യാപരിക്കുന്നത്. അപ്പച്ചാ, ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് ഞങ്ങൾ വന്നിരിക്കുമ്പോൾ ഞങ്ങളെ ഒന്ന് തൊടണമേ, ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ, ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. എല്ലാ ഡിപ്രഷനുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ. ഒരു നിറവിന്റെ അനുഭവം ഞങ്ങൾ ചോദിക്കുന്നു. പച്ചവെള്ളം മുന്തിരിച്ചാറായതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജനത്തെ സ്പർശിക്കണമേ. നിന്റെ ദൈവവിട ജാതികൾ ഇനി ചോദിക്കുവാൻ സമ്മതിക്കാതെ കുടുംബങ്ങളുടെ മേൽ വാഴുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഉരുകി മാറുവാൻ ദൈവം എഴുന്നേക്കുന്നു. അവരുടെ ശത്രുക്കൾ ചീതറിയോടുന്നു. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ഉരുകട്ടെ. അങ്ങനെ കർത്താവ് ചെയ്തതിനായി സ്തോത്രം. വചനം അതിനെ ക്രിയ ചെയ്യും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്ക് വേണ്ടി റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 31-ാമത്തെ വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. If God is for us, who can be against us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. കർത്താവിനെ ഏൽപ്പിച്ചതായ ദൂത് അതാണ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Praise the Lord. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ദൈവദാസന്മാർ വളരെ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ആമേൻ. ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനത്തിന് ശക്തി ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ തീരുമാനവും ദൈവത്തിൻ്റെ തീരുമാനവും കൂടെ കോയിൻസൈഡ് ചെയ്താൽ അവിടെ സംഭവിക്കുന്നത്, ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും കൂടെ കോയിൻസൈഡ് ചെയ്താൽ, ഒരുമിച്ച് വന്നാൽ സംഭവിക്കുന്ന ഒരു ഭയങ്കര എക്സ്പ്ലോഷനാണ്. ഒരു വലിയ വിസ്ഫോടനം ഉണ്ടാകുമെന്ന്. ആമേൻ. അനങ്ങാത്ത സാധനമൊക്കെ തെറിച്ചു പോകുമെന്ന്. പക്ഷെ പ്രശ്നം, എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും കൂടെ ഒന്നാവണം. അത് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ കുറേ നാൾ കർത്താവിൻ്റെ കൂടെ നടന്നാൽ വളരെ ഈസിയായിട്ട് പറ്റുമെന്നേ. സ്തോത്രം. പിതാവായ ദൈവത്തോട് സംഭാഷിച്ച് യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിൽ പറയുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ ആദ്യം സംഭവിക്കട്ടെ. അങ്ങനെ കോയിൻസൈഡ് ചെയ്തതുകൊണ്ട് ലോകത്തെ മുഴുവൻ സ്പർശിക്കുന്ന ഒരു വലിയ വിഷയമായി കർത്താവിൻ്റെ ശബ്ദം തീരുവാനിടയായി. ഇന്നും കർത്താവ് അത് തന്നെയാണ് പറയുന്നത്, ഫോളോ മീ. ആമേൻ. ആരെ അനുഗമിക്കണം? കർത്താവ് നല്ല ഇടയനാ, എന്നെ അനുഗമിക്കണം എന്ന് കർത്താവ് പറയുക. സ്തോത്രം. യേശുവിനെ അനുഗമിച്ചാൽ വഴി തെറ്റത്തില്ല, വഴി ചൂണ്ടിക്കാണിച്ച് തരും. ഒരു വലിയ സമാധാന ജീവിതത്തിന്മേലുണ്ടാകും. എവിടെയെങ്കിലും ദൈവമക്കൾ, ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, വാസ്തവത്തിൽ നല്ല സമാധാനത്തിലായല്ലേ? ഫ്രീഡം ഉള്ളവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ പിന്നെ വഴക്കുണ്ടാക്കാൻ സാധ്യത കൊണ്ട്. ഫ്രീഡം ഉള്ള ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നല്ല സമാധാനത്തിലാണല്ലേ? അവർ പറയും, എൻ്റെ പൊന്നു വാസന ഒരു സമാധാനവും ഇല്ല. അവൻ നമ്മുടെ സമാധാനം എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അതെ. ആ സമാധാനത്തിലെ വാക്കുകൾ കയ്യിലില്ലേ? ഉണ്ട്. ചിലപ്പോഴൊക്കെ സമാധാനം അനുഭവിച്ചിട്ടില്ലേ? അതെ. പക്ഷെ എപ്പോഴും സമാധാനത്തിലല്ല. കാരണം എന്താണ്? എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും കൂടെ കോയിൻസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രൈസ് ലോർഡ്.
അത് നമ്മുടെ ഒരു ബലഹീനതയാണ്, നമ്മുടെ എല്ലാവരുടെ ഒരു ബലഹീനതയാണ്. എപ്പോഴും നമുക്ക് ആ ഫുൾ റേഞ്ചിലിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ്. പക്ഷെ കർത്താവ് പറയും സാരമില്ല, ഒന്നുകൂടി ഒന്ന് അടുത്ത് വരുമ്പോൾ ആ റേഞ്ച് ശരിക്കും വ്യാപരിക്കും. കർത്താവ് പറയുന്നത് ആ 31-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ വാക്യം, അതുകൊണ്ട് ദൈവം ആകയാൽ നാം എന്തു പറയേണ്ടു എന്ന് പറഞ്ഞിട്ടാണ്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. തിരുവചനത്തിൽ ഞാൻ അതിനെ കിടക്കുന്നതിന് മുമ്പ് റോമാലേഖനത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാമെങ്കിലും 1-2 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. പൗലോസിൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയുടെ അവസാനത്തിൽ AD 57 ആ സമയത്ത് കാലയളവിൽ കൊരിന്തിൽ വെച്ച് താൻ ഈ ലേഖനം എഴുതിയെന്നാണ് ചിന്തിക്കുന്നത്. പൗലോസിനെ അപ്പോൾ അതുവരെയും ആളുകൾ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനൊരു വിപ്ലവകാരിയുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കും. പുള്ളിക്കാരൻ പ്രസംഗിക്കുമ്പോൾ തന്നെ ഭൂതങ്ങളൊക്കെ വിട്ടുപോകും, പിന്നെ നാട്ടുകാർ ഇളകും, പിന്നെ പ്രശ്നമാകും, സഭ തുടങ്ങുകയും ചെയ്യും. സഭയ്ക്കകത്ത് ദേശത്തു നിന്ന് വലിയ എതിർപ്പുകളുണ്ട്. ഇങ്ങനെ പല പല കേൾവികളാണ് പൗലോസിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പം ശരിയുമുണ്ട് തെറ്റുമുണ്ട്, രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ജനം. പൗലോസ് വന്നിട്ടുണ്ടെങ്കിൽ കുഴച്ചിലുണ്ടാക്കിയിട്ടുമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. ഇനി പൗലോസ് അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലൊന്നും ഉള്ള പുള്ളിയൊന്നും അല്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു സംശയ ദൃഷ്ടിയായിട്ട് ആണ് ആൾക്കാർ ചിന്തിക്കുന്നതും പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് താൻ വരുന്നതിന് മുമ്പ് ഗ്രൗണ്ട് ഒന്ന് ക്ലിയർ ആക്കാൻ കർത്താവ് തനിക്ക് കൊടുത്ത മനസാക്ഷി അനുസരിച്ച് ദൈവവചനം എന്താണ് തന്നെ ഏൽപ്പിച്ചത്, തൻ്റെ ശുശ്രൂഷ എന്താണ്, ഉത്തരവാദിത്വം എന്താണ്, എന്തിനാ ഇത്രയും വലിയ പങ്കപ്പാട് സഹിച്ച് ഇങ്ങനെയൊക്കെ ശുശ്രൂഷിക്കുന്നത് എന്നെല്ലാം ഒന്ന് ഗ്രൗണ്ട് ക്ലിയർ ആക്കാൻ വേണ്ടി താൻ ഈ ലേഖനം എഴുതി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ സുവിശേഷങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ അവൻ്റെ പ്രവൃത്തിയും ജീവിതവുമാണെങ്കിൽ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് റോമാലേഖനം നമ്മൾ കാണുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണെന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ കാൽവറി യാഗ മരണത്താൽ ഉണ്ടായ വിശേഷ വിധിയായി ലഭിച്ചിരിക്കുന്ന അതിമനോഹരമായ പ്രാധാന്യത, വിടുതൽ ഈ ശുശ്രൂഷകളെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തിൽ കാണുന്ന റോമാലേഖനത്തിലെ 3 പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് നമുക്കുള്ളത്. വേദശാസ്ത്രിമാർ അപ്രകാരം എടുത്ത് പഠിപ്പിക്കാറുണ്ട്. പലവട്ടം നാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. ചാപ്റ്റർ 6, 7 and 8 6, 7, 8 അധ്യായങ്ങളാണ് റോമാലേഖനത്തിൻ്റെ ഏറ്റവും കാതലായ അധ്യായങ്ങൾ എന്ന് പറയുന്നത്. ഈ 6, 7, 8 അധ്യായങ്ങളിൽ നാം ശ്രദ്ധിച്ച് പഠിച്ചാൽ 6-ാം അധ്യായത്തിൽ പാപത്തിൻ്റെ എതിരെ നമുക്കൊരു ജയമുണ്ട്. നമുക്ക് വെറുതെ സ്വോത്രം പറഞ്ഞ് ഗ്ലോറിയും പറഞ്ഞ് കൈയടിച്ച് പോകാൻ വേണ്ടിയല്ല, പാപത്തിൻ്റെ മുകളിൽ നമുക്കൊരു ജയമുണ്ട്. 7-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ കർത്താവദാസൻ ഇപ്രകാരം ഓർപ്പിച്ചു, അവൻ പോരാ, ന്യായപ്രമാണം എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നമുക്കൊരു ജയമുണ്ട്. സ്തോത്രം. ഇത്രയും മതി, അങ്ങനെ മതി, ഇങ്ങനെ മതി ഇതൊക്കെ പറയുന്ന ആചാരങ്ങളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. യഹൂദന്മാരുടെ എഴുതിയ ലോയും ബൈലോയുടെയും ഇടയ്ക്ക് നിൽക്കുന്ന വിഷയങ്ങൾ. സ്തോത്രം. കർത്താവ് അലംഘനീയമായി പഴയ നിയമത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന വിഷയമുണ്ട്, അതിനെ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് തിരിച്ചും അതുപോലെ തന്നെ അത് കൺവേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിഷയമല്ല ഞാൻ പറഞ്ഞത്. ചില വിഷയങ്ങൾ സമയം കൊണ്ടും കർത്താവിൻ്റെ ശുശ്രൂഷ കൊണ്ടും തീർന്നു പോയതാണ്. സ്തോത്രം. അങ്ങനെയുള്ളതിനെ വീണ്ടും പൊക്കിക്കൊണ്ട് വന്ന് അവയെ വലിയ വിഷയമായി ചിന്തിക്കുകയും ശുശ്രൂഷകളെക്കാളും കൂടുതൽ ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളുടെ, ദിവസങ്ങളുടെ, ആചാരങ്ങളുടെ, പ്രമാണങ്ങളുടെ, നിയമങ്ങളുടെ ബന്ധനങ്ങൾക്കകത്തിട്ട് പൂട്ടുകയും ചെയ്ത ദൈവസഭയുടെ കേട്ടഴിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ദാസനെ ദൈവം സഹായിച്ചു. അത് 7-ാം അധ്യായം. 8-ാം അധ്യായത്തിൽ വന്നപ്പോൾ പറഞ്ഞു, അത് മാത്രമല്ല, ജീവിതത്തിൽ ദൈവമക്കൾക്കുണ്ടാകുന്ന അനേക പരാജയങ്ങളുണ്ട്, ആരോടും പറയാതെ സ്വന്തം മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലൊരു ജയമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ we are more than conquerors. കർത്താവിനെ സ്തുതിച്ചാട്ടെ. അയ്യോടാ, ഇത്രയും വലിയ കാര്യം പറഞ്ഞു വെച്ചു. ശക്തമായി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇത്രയും പറയുമോ എന്ന് ഞാൻ വിചാരിച്ചല്ല. എൻ്റെ ശങ്കും എൻ്റെ ലങ്സും ഒക്കെ വളരെ വീക്കായിട്ടിരിക്കുക. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിന്നതാണ്, ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ന് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വിഷയം നമ്മുടെ ഹൃദയത്തിൽ തട്ടിയാൽ അതിന് കർത്താവിന് താങ്ക്സ് പറയണം, ഇല്ലേ? പറയണ്ട. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് വരെ ദൈവം പറഞ്ഞ് തീർന്നു പോയിട്ടില്ല. ഞാൻ പറയുന്ന വിഷയം എന്താണെന്നറിയാമോ? ഈ സൂര്യനിൽ നിന്ന് യാത്ര ചെയ്ത് ഒരു സൂര്യകിരണം യാത്ര ചെയ്ത് ഭൂമിയിൽ നിൽക്കുന്ന നമ്മുടെ ദേഹത്ത് വന്ന് തൊടണമെങ്കിൽ എത്ര മിനിറ്റ് വേണം?
പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം 8 മിനിറ്റും 20 സെക്കൻഡും. സ്തോത്രം. സൂര്യനിൽ നിന്ന് പുറപ്പെട്ട ഒരു സൂര്യകിരണം നമ്മുടെ ഇങ്ങനെ മീഡിയ ഈ ആകാശമണ്ഡലത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ അടുക്കൽ നമ്മുടെ ദേഹത്ത് തൊടണമെങ്കിൽ, അല്ലെങ്കിൽ ഭൂമിയിൽ സ്പർശിക്കണമെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡും വേണം. നമ്മൾ ദൈവത്തോട് കർത്താവേ എൻ്റെ വിഷയം പോക്ക, എൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രവർത്തിക്കണമേ എന്ന് പറയുമ്പം 8 മിനിറ്റ് 20 സെക്കൻഡും ആ കുഞ്ഞെ സൂര്യനിൽ നിന്ന് വരാനുള്ള താമസം. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ മുകളിൽ കിടക്കുന്ന ഞാൻ ഇവിടുന്ന് പറയുമ്പം മിക്കവാറും പ്രകാശവർഷം എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം എന്തായി തീരുന്ന ആലോചിച്ച് നോക്കിയേ. സമയം കഴിഞ്ഞു പോകും, ജീവിതം പോലും കഴിഞ്ഞു പോകും. പക്ഷേ ഫിസിക്സ് ബേസ് ചെയ്തിരിക്കുന്നത് പ്രകാശത്തിലാണ്. അതിനപ്പുറത്ത് സ്പീഡുള്ള സാധനം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ സംഭവിക്കുന്നത് ഇന്നത്തെ ഫിസിക്സ് ബുക്കൊക്കെ ചൂട്ടുകരിക്കാം. അയ്യോ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ അങ്ങനെ മറ്റൊരു തിയറി ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മുഴുവൻ വിപ്ലവകരമായി മാറ്റം വരും, ചിന്തകൾക്ക് മുഴുവൻ മാറ്റം വരും. പക്ഷെ ദൈവവചനം പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുന്നു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 8 മിനിറ്റും 20 സെക്കൻഡും എടുത്തെന്നല്ല, 16 സെക്കൻഡ് എടുത്തെന്നല്ല. ആമേൻ. അതേ സെക്കൻഡിൽ ഓൺ ദാറ്റ് സെയിം മൊമെന്റ് ഇറ്റ്സെൽഫ് ഓ ദ ക്രിയേഷൻ ഹാസ് ഹാപ്പൻഡ്. ഇന്ന് രാത്രി പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ അതിവേഗത കണ്ടോ? ആമേൻ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്പീഡിലൊന്ന് ഏറ്റെടുക്കാമെങ്കിൽ ഇന്ന് രാത്രി തന്നെ സൗഖ്യമായി മടങ്ങി പോകാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരുന്നു. ആമേൻ. അപ്പോൾ നാം വായിച്ച ഭാഗത്ത് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ലെന്ന് ആദ്യം കണ്ടു. 31-ാമത്തെ വാക്യത്തിൽ കണ്ടു ദൈവം നമുക്ക് അനുകൂലമാണ്. അങ്ങനെയാണെങ്കിൽ പ്രതികൂലം ആര്? സ്തോത്രം. ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരും. ദൈവം നമുക്ക് അനുകൂലമാണോ അല്ലയോ എന്നൊന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇന്ന് രാത്രി ഇവിടെ സ്തോത്രം പറഞ്ഞ് പോകാവൂ. സ്തോത്രം. ദൈവത്തോട് ഒരിക്കലും വഴക്കുണ്ടാക്കിച്ച് പോകരുത്. ദൈവത്തോട് റെക്കൺസൈൽ ചെയ്തേച്ച് പോകാമെങ്കിൽ ആ സാന്നിധ്യം നമ്മുടെ കൂടെ വരും. മീറ്റിങ്ങിൽ മാത്രം ഇരിക്കുമെന്നല്ല, ബഹളത്തിൽ മാത്രം ഇരിക്കുമെന്നല്ല, കൂടെ വരുന്നൊരു ദൈവസാന്നിധ്യം ഉണ്ട് എന്ന് കർത്താവിന് പറയാനുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അവൻ 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 1 മുതൽ 1-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. ഇപ്പോൾ ക്രിസ്തുവേശു, there is no condemnation for those who are in Christ. യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. സാധാരണ ഞാൻ പറയുന്ന ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ബസ്സിലൊക്കെ കയറുമ്പം അതിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, കയ്യും തലയും പുറത്തിടരുത്, പുകവലി പാടില്ല. 2-ാമത്തെ സെന്റൻസ് നമ്മളെ ബാധിക്കുന്നല്ലാത്തതുകൊണ്ട് ആ ഭാഗം വിട്ടരെ. പക്ഷെ 1-ാമത്തെ വിഷയം എല്ലാവർക്കും ഉള്ള കയ്യും തലയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ഭാഗത്തൊന്ന് നിന്നിട്ടൊന്ന് ചിന്തിക്കണം. ടിക്കറ്റ് എടുത്തതാ, നല്ല വണ്ടിയല്ല കയറിയിരിക്കുന്നേ, പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കയ്യും തലയും സൂക്ഷിച്ചോണം, അകത്ത് തന്നെ ഇരിക്കണം. സ്തോത്രം. ഞാൻ പഠിച്ച കാതോലിക്കറ്റ് കോളേജിലെ ഭയങ്കര തിരക്കുള്ള ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു കണ്ടക്ടർ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു, മോനെ ആ തല അകത്തോട്ടിടെ, പോയാൽ പിന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന്. കാണാൻ കൊള്ളത്തില്ലെന്ന് മാത്രമല്ല, പിന്നെ ബാക്കി ഒന്നുമില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ആ വാഹനത്തിനകത്ത് നമ്മൾ കയറി, പക്ഷേ ടിക്കറ്റും എടുത്തു, എല്ലാം കറക്റ്റ് ആണെങ്കിലും നമ്മെ കൊണ്ടുപോയി ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ പോയിന്റിൽ കൊണ്ടുപോയി നമ്മളെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഈ ഭാഗം വരുമ്പോൾ ഞാൻ 1-2 കാര്യം കൊണ്ട് ചേർത്ത് പറയാറുണ്ട്. ഈ സ്വർഗത്തിൽ പോകാൻ വേണ്ടി കർത്താവ് നമ്മെ ഈ വചനത്തിനകത്ത്, ഈ കൃപയ്ക്കകത്താക്കി. പക്ഷെ കർത്താവിന് പറയാനുള്ള ഒരൊറ്റ കാര്യം, കയ്യും തലയും. ഒരു ചെറിയ സ്തോത്രം പറയാം. കൂടുതലും വിശ്വാസികളാണല്ലോ ഇതിനകത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, ഈ ദൂത് പറയുന്നൊരു പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. കയ്യും തലയും പുറത്തിടരുത്. ഇനി അധികം നാളില്ല, കാർഡ് വരെ എത്തിക്കഴിഞ്ഞു. ഇനി എത്രയും വേഗം കാര്യങ്ങൾ ക്രമീകരിതമാകിയാൽ മതി. കാഹളം എപ്പോഴാണ് ഈ വിദേശത്തൊക്കെ സൂക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ യോഗം കഴിയുമോ എന്നറിയത്തില്ല, അതുപോലെ ജനം ഇങ്ങനെ ത്രസിച്ച് നിൽക്കുക. എന്താണെന്ന് ചോദിച്ചാൽ, വചനത്തിൻ്റെ ഈ സാഹചര്യങ്ങളുടെ വിഷയങ്ങളെല്ലാം അവരിങ്ങനെ മീഡിയയിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കണ്ടിട്ട് മിക്കവാറും ഈ യോഗം ആശീർവാദം പറയുമോ എന്നറിയത്തില്ല. അതിനുമുമ്പ് കർത്താവ് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു വെപ്രാളത്തിലും ഒരു ഭയത്തിലുമാണ് പലരും നിൽക്കുന്നത്. സ്തോത്രം. ഇവിടെ നമുക്ക് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത്രയും പേടിയൊന്നുമില്ല. ഇതെല്ലാം മോദിയുടെ പ്രശ്നമാണെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനല്ല.
ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ദൈവം ഒരു ആയുധമാക്കി ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് സ്തോത്രം, അതെ, രാഷ്ട്രീയം പറയാൻ വേണ്ടി നിൽക്കുകയല്ല, മറിച്ച് ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് വാതിക്കലെത്തിയിരിക്കുന്നു. അല്ല, അടുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ണ് തുറന്നു നോക്കിയാൽ അവനെ തേജസ്സുള്ളവനായി കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരെ കാണുന്നതായി ദിവസം അടുത്തിരിക്കുന്നു. താങ്ക് യു ജീസസ്. ഒരു വനത്തിലൂടെ യാത്ര ചെയ്യുന്ന 12 പേര് യാത്ര ചെയ്തിങ്ങനെ പോകുമ്പം ദൂരെ നിന്ന് ഒരു ശബ്ദം കേട്ടു. തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഭയങ്കര പുകയും ഭയങ്കര ആവിയും തീയുമൊക്കെ ഇങ്ങനെ കത്തുന്നു. കാട്ടുതീ പിടിച്ചിങ്ങനെ വരിക. ഓടി രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എങ്ങോട്ട് ഓടാനാ? അവസാനം അവർ തീരുമാനമെടുത്തു, ആ തീ ഇവിടെ എത്തുന്നതിന് മുമ്പേ നമുക്കൊരു ലോക്കൽ ഫയർ ആദ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ലോക്കൽ ഫയർ ഉണ്ടാക്കി. എങ്ങനെയാണെന്നറിയാം? അവിടെ കിടക്കുന്ന ചുള്ളിക്കമ്പുകളും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇവരങ്ങ് തീ കൊടുത്തു. കുറേ ഏറിയാക്കി കത്തിക്കിട്ടി. അവരതിനകത്ത്, ഈ ചാരത്തിനകത്ത് കയറിയിരുന്നു. സ്വല്പം നേരം കഴിഞ്ഞപ്പോൾ ആ കാട്ടുതീ ഇങ്ങനെ പടന്നു വരിക. വന്ന് ഇവരുടെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ കത്താൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ മുകളിലൂടെ അങ്ങ് പാസ് ചെയ്തു പോയി. സംഭവമാകട്ടോ, ഞാൻ വായിച്ചതാണ്. അവരവിടെ കുനിഞ്ഞിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ജീവനുള്ളവരായി ആ ചാമ്പലിൻ്റെ ഇടയിൽ നിന്ന് അവർ പുറത്തു വന്നു. ഞാൻ പറയട്ടെ, ഇപ്പോൾ കർത്താവിൽ ഇരിക്കുമെങ്കിൽ, ക്രിസ്തുവിലായിത്തീരുമെങ്കിൽ, ഇനി വരാൻ പോകുന്ന കണ്ടംനേഷനിൽ നിന്ന്, ഇനി ശിക്ഷാവിധിയിൽ നമുക്കൊരു വിടുതലുണ്ട്. നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് എത്ര സ്നേഹമുള്ള കർത്താവാണെന്നറിയാമോ? നമ്മിൽ അവൻ അഗ്നി പകർന്നതുകൊണ്ട്, നമ്മിൽ ഒരു ക്രമീകരണം ആദ്യം അയച്ചതുകൊണ്ട്, ഒരു ശുദ്ധീകരണത്തിന് തീ ആദ്യം ഇട്ടതുകൊണ്ട് സംഭവിച്ചതൊരു നഷ്ടമാണെന്ന് ആദ്യം തോന്നിയാലും, ഈ ചാരക്കൂമ്പാരത്തിനകത്ത് കർത്താവ് പറയുന്നു, അവനെ സേവിക്കുന്നവർക്ക് ഒരു നഷ്ടവും വരുന്നില്ല. ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു ബാധയും അവരെ അടിക്കില്ല. ഒന്ന് വായിച്ചു നോക്കിയോ. ആമേൻ. വെളിപ്പാട് പുസ്തകം 3:10. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷ. ഇന്ന് ഇതൊരു വലിയ വിഷയമാണ്. കർത്താവിന്റെ വരവ് എപ്പോഴാണ് നടക്കുന്നത്? ഒരു ഭയങ്കര തർക്ക വിഷയമാണ്. സോദരം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് കുറെ പേരും, ഇനിയും വരാൻ പോകുന്ന ഭയങ്കരമായ പീഡാകാലത്തിൻ്റെ നടുവിലായിരിക്കുമെന്നും അത് കഴിഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദൈവവചനം ആധികാരികമായി പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഭൂതലത്തിൽ എപ്പോഴും എല്ലായിടത്തും വരാനിരിക്കുന്ന പരീക്ഷാകാലം, ദി അവർ ഓഫ് ടെസ്റ്റിംഗ്, ആ കാലത്ത് നിന്ന് ഞാൻ നിന്നെ സ്തോത്രം. ഭൂതലത്തിൽ എല്ലായിടത്തും വരും, പക്ഷെ നീ അതിനകത്ത് കാണത്തില്ല. സൂര്യൻ്റെ ചൂട് നമുക്ക് അടിക്കുന്നില്ലേ? എല്ലായിടത്തും ഉണ്ട്. അതിൽ നമുക്ക് ഒഴിവുള്ളവരല്ല. സഹോദരൻ, എത്ര ഫ്രീസറിനകത്തിരുന്നാലും ഒരിക്കൽ ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. എത്ര തണുപ്പുണ്ടെങ്കിലും അത് നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഈ ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രാപഞ്ചിക അനുഭവങ്ങളും ചുറ്റുപാടിൽ സംഭവിക്കുന്ന കാര്യങ്ങളും നമ്മളും ഭാഗമാക്കാം. ശരിയല്ലേ? ആമേൻ. ATM കൗണ്ടറിന് അവിടെ പോയിന്നില്ലേ? സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് പല ദേവദാസന്മാരോട് ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞ്, ഇപ്പം നല്ല ഒരു സ്ഥലമുണ്ട് പരസ്യയോഗം നടത്താൻ. ATM കൗണ്ടറിൻ്റെ മുമ്പിൽ പോയി നടത്തിയാൽ മതി. ഓടി രക്ഷപ്പെടാൻ പറ്റുകയല്ലോ. ഈ പൈസ എടുത്തുകൊണ്ട് പോകാൻ, അല്ലാതെ പോകാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് നല്ല സ്ഥലമാണ്. സ്തോത്രം. ആർക്കെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ ചെയ്തു തുടങ്ങിക്കോണം. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെല്ലാവർക്കും ബാധകമാണല്ലോ. ഇന്നത്തെ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ഞാൻ വിശ്വാസിയായതുകൊണ്ട് എന്നെ ബാധ ഒന്നോടുന്നില്ലെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിനേക്കാൾ സിവിയറായുള്ള വിഷയങ്ങൾ കർത്താവദാസൻ അവിടെ ആത്മാവിൽ ഓർപ്പിച്ചിട്ട് പറയുക, ഭൂതലത്തിലും എല്ലാവർക്കും അത് വരും, പക്ഷേ നിങ്ങൾ അതിനകത്ത് കാണത്തില്ല. സ്തോത്രം. വിശദീകരിക്കേണ്ട വിഷയമാണെങ്കിലും ആ ഭാഗം ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വിടുന്നു. ആമേൻ. വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് നമ്മെ, തെസ്സലോനിക്ക ലേഖനം 5 എന്ന് വായിക്കുന്നു, വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചവൻ. സ്തോത്രം. 2 തരത്തിലുള്ള കോപങ്ങളാണ് ഇനി വരാൻ പോകുന്നതായ കോപം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കാലത്ത് സംഭവിക്കാൻ പോകുന്ന കോപം 2 തരത്തിലുള്ള കോപമാണ്. അതിൻ്റെ 1-ാമത്തെ പാദത്തിൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കോപമാണ് എങ്കിൽ അവൻ്റെ കോപം നിലനിൽക്കേ ദൈവത്തിൻ്റെ കോപം ശക്തിയോടെ കടന്നു വരുന്ന അതിന് 2-ാം പാദമുണ്ട്.
ഇത് രണ്ടും ഈ ലോകത്തിലുള്ള സകല എണ്ണത്തിനെയും ബാധിക്കും. പക്ഷേ വചനം പറയുന്നു, നീ എൻ്റെ വചനം കാത്തുകൊണ്ടതിനാൽ ഭൂലോകത്തിൽ ഭൂതലത്തിലെങ്ങും വസിക്കുന്നവരെ ബാധിക്കാൻ കടന്നു വരുന്ന ഇതിൽ നിന്ന് നിനക്ക് ഒഴിവുണ്ടായിരിക്കും. ഇന്ന് രാത്രി പ്രത്യാശ ഉണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ബാധ നമ്മളെ തൊടുവാൻ പോകുന്നില്ല. ഇനി ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടി കാത്തിരിക്കുകയല്ല. കർത്താവേ, നിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാനുള്ള ഒരു പ്രത്യേക ചിന്താഗതിയിൽ ഞാൻ ജീവിക്കാനിടയാക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നാം വായിച്ചത് 31-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കണ്ടു. ആകിയാൽ വാക്യം എന്താ പറയുന്നത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നാം എന്തു പറയേണ്ടു? ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? അപ്പോൾ ഏത് സംബന്ധിച്ചാണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ അതിലൂടെ കയറാൻ. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇങ്ങനെ ഒരല്പസമയം ഒന്ന് ചവിട്ടി നിന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഷയം, കർത്താവിൽ ആയിത്തീരുന്നിരിക്കുന്ന ഇൻ ക്രൈസ്റ്റ്. യേശു ഉള്ളിൽ വന്നെന്നല്ല രക്ഷിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത്. യേശു എൻ്റെ ഉള്ളിൽ വന്നു. സ്തോത്രം. നമ്മൾ സാധാരണ പറയാറുണ്ട് ഗ്ലാസ്സിനകത്ത് വെള്ളമുണ്ട്, പക്ഷേ ഗ്ലാസ് വെള്ളത്തിനകത്തല്ല. ഗ്ലാസ്സിനകത്ത് വെള്ളമുണ്ട്, പക്ഷേ ഗ്ലാസ് വെള്ളത്തിലല്ല. ഇത് രണ്ടിനെയും കൂടെ എടുത്തുകൊണ്ട് ഒരൊറ്റ ഏറ് കൊടുക്കുക വെള്ളത്തിനകത്തുകൊണ്ട്. ഭയങ്കരമായ നദി ഘടകത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഇതുവരെ ഈ വെള്ളത്തെ ഈ ഗ്ലാസ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. ഇങ്ങോട്ട് പിടിച്ചു, അങ്ങോട്ട് പിടിച്ചു, ഇങ്ങനെ വട്ടത്തിൽ ഇതിലൊക്കെ കറക്കി. ഇതെല്ലാം ഈ ഗ്ലാസ് പറയുന്നത് പോലെ വെള്ളം ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം ഇതിനകത്തായി പോയി. പക്ഷേ ഇതിൻ്റെ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് ഇതിനെ എടുത്തു വെള്ളത്തിലേക്ക് എറിഞ്ഞു, ഭയങ്കരമായ നദി ജലാശയത്തിലേക്ക് എറിഞ്ഞു. എങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, വെള്ളം തീരുമാനിക്കുന്നതിന് ഈ ഗ്ലാസിന് എന്ത് ചെയ്യണമെന്ന്. അത് വെള്ളത്തിനകത്തായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യേശു ഉള്ളിൽ വന്നത് നല്ല കാര്യമാണ്. കർത്താവിനെ അനേകർ മനസ്സിലാക്കാതിരിക്കുമ്പോൾ, യേശുവേ എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് ഏതോ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ ഒരു മൂലക്കിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ വീടിൻ്റെ മൂലക്കിരുന്നു കൊണ്ട് പറഞ്ഞത് കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല. അഫിഡവിറ്റ് കൊണ്ടുപോവാ, നോട്ടറി കൊണ്ട് സൈൻ ചെയ്യിക്ക് എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. ഒറ്റ വാക്യ പറഞ്ഞപ്പോൾ തന്നെ കർത്താവ് അത് സ്വീകരിച്ചു. ഹൃദയത്തിൽ അന്തർഭാഗത്തു നിന്ന് കരഞ്ഞു പറഞ്ഞ ഒറ്റ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് അതങ്ങനെ തന്നെ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, അത് നല്ല ഒരു അനുഭവം, തുടക്കമാണ്. അതിൽ നമ്മളങ്ങ് തുടരരുത്, അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കയറണം. അവൻ നമ്മളിലും നാം അവനിലും. ഇതെങ്ങനെയാണ് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ദേവദാസന്മാർ കൂടെ പറയുന്ന പോലെ, തീക്കകത്തേക്ക് ഇടുന്നതായ ഇരുമ്പ് കഷ്ണം ഒടുവിൽ തീയും ഇരുമ്പും തമ്മിൽ മാറ്റാൻ കഴിയാതെ വണ്ണം അത്രയ്ക്ക് അഭേദ്യമായി ബന്ധത്തിലായിത്തീരുന്നത് പോലെ, യേശുവിൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ, നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ, നാം അവനിലും അവൻ നമ്മിലുമായി ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലേക്ക് കടന്നു വരികയാണ്. അത് അഭേദ്യമായ ഒരു ബന്ധമാണ്. ആർക്കും മുറിക്കാൻ പറ്റത്തില്ല, ആർക്കും അതിനെ അളക്കാനും പറ്റില്ല. അളവ് കൂടാതെയല്ലോ അവൻ പരിശുദ്ധാത്മാവിനെ. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിലെ മാന്ത്രികന്മാർക്ക് തന്ത്രികൾക്കൊക്കെ അവരുടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും ഒക്കെ ലോകത്തിലുള്ള മറ്റുള്ളവരെ നിയന്ത്രിക്കാമെങ്കിൽ, അതിനേക്കാൾ എത്രയോ വലിയ ശക്തിയാ പരിശുദ്ധാത്മാവിൽ നമുക്കുള്ളത്. യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അന്യായ മണ്ഡലങ്ങൾ അവിടെ നിൽക്കും. അതിനുവേണ്ടി ഒരു അഭിഷിക്തനെ തേടി പോകേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ കിട്ടിയ വചനത്തെ ഒന്ന് തിരിഞ്ഞ് കണ്ടുപിടിച്ച് ആത്മാവിലൊന്ന് നിറയാൻ ഇടയായാൽ, എത്രമാത്രം നമ്മിൽ ദൈവശക്തി ഉണ്ടോ അത്രയും നമുക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. 8-ാം അധ്യായം 18 മുതൽ 22 വരെ വാക്യങ്ങൾ നാം കാണുന്ന ഒരു കാഴ്ച. 18-ാമത്തെ വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എഴുതുന്നു. അടുത്തത്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ 3 ഞരക്കങ്ങളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു എന്ന് പറയണമെങ്കിൽ, ഏത് സംബന്ധിച്ച 3 ഞരക്കങ്ങളെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമത്തെ ഞരക്കം സൃഷ്ടിയുടെ ഞരക്കമാണ്, സൃഷ്ടികളുടെ ഞരക്കമാണ്. ആ സൃഷ്ടികളെല്ലാം നമ്മൾ ഈ ചവിട്ടി നടക്കുന്ന മണ്ണും കല്ലും ഉൾപ്പെടെ സകല ജീവജാലങ്ങളും വിചാരിക്കുന്നത് ആ ദൈവപുത്രന്മാരെല്ലാം കൂടി അവരുടെ തേജസ്സിൽ അവരുടെ കർത്താവ് വരുമ്പം ഈ ഒന്ന് കാണാനിടയായാൽ എൻ്റെ കെട്ടും പൊട്ടും. അതായത് ആമേൻ, വിശുദ്ധനായ ദൈവത്തെ ആരാധിച്ച ഹാബേലിൻ്റെ രക്തം വീണ ഭൂമി ശാപിക്കപ്പെട്ടു. അന്ന് മുതൽ ഈ ഭൂമിയുടെ മന്തയ്ക്ക് കെട്ടുകിടക്കുക, ശാപം കിടക്കുക. പിന്നെ എത്രയോ രക്തച്ചൊരിച്ചിലുകൾ, എത്രയോ ശാപങ്ങൾ, എത്രയോ മുള്ളുകൾ, എത്രയോ പറക്കാരകൾ, സ്തോത്രം, ഫലം തരാതെ വണ്ണം ഈ ഭൂമിയെ ബന്ധിച്ചു വെച്ചിരിക്കുക. അതിരുന്ന് ഞരകിക്കൊണ്ടിരിക്കുക. നമ്മെ പോലെ പറയാൻ കഴിയുന്നില്ല. ഉള്ളിലൊരു ഗ്രോണിക് ഇൻ വിത്തിൻ, അത് അകത്തിരുന്നുകൊണ്ട് ഞരകിക്കൊണ്ടിരിക്കുക. അത് ചിന്തിക്കുന്നത്, ഞങ്ങളുടെ കെട്ട് എന്തഴിയും,
അതിനൊരു വഴിയേ ഉള്ളൂ. ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഒന്ന് വെളിപ്പെട്ട് വരുന്നൊരു സമയമുണ്ട്. അവർ എക്സ്പോസ് ചെയ്യുന്നൊരു സമയമുണ്ട്. തേജസ് കൊണ്ട് അവർ നിറയുന്നൊരു സമയമുണ്ട്. അത് മണവാളൻ്റെ വരവിലത്രേ. അതൊന്നായിരുന്നെങ്കിൽ ഞങ്ങളുടെ വിഷയവും ശരിയായേനെ. രണ്ടാമത്തെ ഞരക്കം 23 മുതലുള്ള വാക്യങ്ങളിലാണ്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു എങ്കിൽ 23 വാക്യങ്ങൾ. വിശ്വാസികളായ നാം പറയുന്നു കർത്താവേ, നീ ഒന്ന് വന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മുടെ ഉള്ളിൽ ഞരക്കമുണ്ട്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. 26 മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ അതൊന്ന് വായിക്കുന്നുള്ളതാ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പൊ ഒരുവന്റെ കർത്താവിനകത്താക്കിയിട്ട് ഈ ജീവിതത്തിലെ പരാജയങ്ങൾ അവനെ വിടുവിക്കാൻ കർത്താവ് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ 3 ഞരക്കങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. ഈ 3 ഞരക്കങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവമക്കളെ അവരുടെ ബലഹീനതകൾ വിടുവിക്കാൻ മൂന്നാമത് പരിശുദ്ധാത്മാവ് നിന്നുകൊണ്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്തിനാ ഈ പരിശുദ്ധാത്മ ഞരങ്ങുന്നത്? അയ്യോ ഇവന്റെ അകത്ത് വീണുപോയല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ബലഹീനതകളുണ്ട്. പറയുന്ന വാക്കുകൾക്ക് പൂർണ്ണതകളില്ല. സ്വർഗീയമായ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പിടിപ്പിക്കാൻ നമ്മുടെ വാക്ക് പോരാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കണ്ടിട്ടില്ലേ, കൊച്ചു കുട്ടികളൊക്കെ നല്ല പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്നേ അപ്പനും അമ്മയും ചോദിക്കും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചോദിക്കുക, കുഞ്ഞ് എന്തായിരുന്നു ഇതെന്തായിരുന്നു? ഭയങ്കരമായ ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ കാര്യം? ഇവർക്ക് പറയാൻ അറിയില്ല, വാക്കുകൾ കിട്ടുന്നില്ല. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല എന്നല്ലേ? അത് മലയാളം അറിയാൻ വയ്യാതിട്ടല്ല, അത് പൂർണ്ണതയിൽ പറയാൻ മനുഷ്യന്റെ കാര്യം പോലും പറയാൻ പറ്റത്തില്ലെങ്കിൽ പൗലോസ് പറയുന്നു, ഉച്ചരിച്ചുകൂടാത്ത വാക്കുകൾ ഞാൻ അവിടെ കേട്ടു. സ്വർഗത്തിലെ എത്ര വലിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പലതിനും ലിമിറ്റേഷൻസ് നമ്മുടെ ഭാഷയ്ക്കകത്ത് തന്നെ ഉണ്ട്. നമ്മുടെ വിഷയങ്ങളെ നമ്മൾ അറിയുന്നതിന് പോലും പരിമിതികളുണ്ട്. സ്തോത്രം. നമ്മൾ അറിയാത്ത രഹസ്യങ്ങൾ നമുക്കകത്തുണ്ട്. ഇത് നാളുകളിൽ കർത്താവുമായി ജോയിൻ ചെയ്യാൻ തടസ്സമായി വരാതിരിക്കാൻ നമ്മുടെ അകത്തിരുന്നു കൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഓൺ ബിഹാഫ് ഓഫ് അസ് എന്ന് പറയുന്ന പോലെ എൻ്റെ ഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി പിതാവിനോട് പറയുക, കർത്താവേ ഇവന് ആ ഭാഗം അറിയത്തില്ല, അതുകൊണ്ട് അതൊരു വിഷയമായി കണക്കിടരുത്, അവനെ ത്രൂ ആക്കണം, അവൻ വിജയിക്കട്ടെ. നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരാത്മാവാണ് പരിശുദ്ധാത്മാവ്. അത് നമ്മുടെ ഉള്ളിൽ നിന്നോട് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മെ പ്രാർത്ഥിക്കാൻ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നാം ക്ഷീണിക്കുമ്പോൾ നമ്മെ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഈ ട്രിക്കെന്ന് പറയുന്നത് ക്ഷമിക്കണം കേട്ടോ, ഞാൻ വാക്കുകൾക്ക് വലിയ വിലയുള്ളതാണ്. സ്തോത്രം. ഇത് ട്രിക്കെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും അത് പറഞ്ഞേ ഒക്കത്തുള്ളൂ എനിക്ക് തോന്നിപ്പോയതുകൊണ്ട് പറഞ്ഞതാണ്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, മാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ഈ ഹല്ലേലൂയ പറയിപ്പിക്കുന്നു. ഞാൻ ചോദിച്ചു, അതെന്തിനാ? വേണേ പറയട്ടെ. അങ്ങനെയായിരുന്നു എൻ്റെ ഐഡിയ. അന്നേരം പറഞ്ഞു, അതേ ഈ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ഹല്ലേലൂയ പറയിപ്പിക്കാമെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടും, ഞങ്ങൾക്ക് ഉറക്കവും ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി ആരും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ് ഞാനത് പറയുന്നത്. അപ്പോൾ തന്നെ കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ മുന്നോട്ട് പോകുന്നു. ആമേൻ. ദൈവവചനത്തിലേക്ക് നാം കടന്നു വരുന്നു. ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, മനുഷ്യർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം മരണമാണ്. മരണഭീതി എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഭയം. അങ്ങനെയാണെങ്കിൽ ഈ ഭയം മാറാൻ 4 പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭയം മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ഭയം മാറാൻ 4 കൂട്ടം കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്ക് നോക്കാം. ഈ അധ്യായത്തിൽ തന്നെ 31-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരണം. ഭയം മാറാനുള്ള 1-ാമത്തെ കാര്യം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. 1-ാമത്, പിതാവായ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. The Father God is with us. ആരുണ്ട് നിങ്ങൾക്ക്? പണ്ടത്തെ ചോദ്യമായിരുന്നു, നിങ്ങളുടെ ഈ പെന്തക്കോസിൽ ആരുണ്ട് നിങ്ങളുടെ കൂടെ? ആര് വരും? നിങ്ങളുടെ വിഷയത്തിന് ആര് വരും? ഇന്നും ആൾക്കാർ ചോദിക്കാറുണ്ട്, ആരുണ്ട് നിങ്ങൾക്ക്? പറയാനുള്ള ഒരു കാര്യം, ഒരു ദൈവ പൈതൽ ധൈര്യപ്പെടേണ്ട കാര്യം, പിതാവായ ദൈവം എന്നോടുകൂടെ ഉണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ആമേൻ. എൻ്റെ ദൈവം എന്നോട് ഉണ്ടെന്ന് പറയാൻ സന്തോഷമുണ്ടോ? സ്തോത്രം. ആമേൻ. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം പോയി, എല്ലാം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയ്യോബിനും അറിയാമായിരുന്നു, എനിക്ക് എൻ്റെ ജാമ്യക്കാരനുണ്ട്, അവൻ ഉയരത്തിൽ വാസിക്കുന്നു.
ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, എന്തെല്ലാം തകർന്ന് പറഞ്ഞാലും കൂമ്പാരത്തിനകത്തുനിന്ന് വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. മടങ്ങി വന്നപ്പോൾ അതുപോലല്ല വന്നത്, ഡബിളായിട്ടാണ് കർത്താവിനെ അനുഗ്രഹിച്ചത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമതായി അതിൻ്റെ 34-ാമത്തെ വാക്യം. ശിക്ഷ വിധിക്കുന്നവനാർ ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. പറഞ്ഞാൽ പുത്രനായ ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട്, നമുക്ക് വേണ്ടിയുണ്ട്. ഒന്ന്, പിതാവ് നമുക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഒരു ഗിഫ്റ്റ് അവൻ നമുക്ക് തന്നു. ഏറ്റവും വലിയ ഗിഫ്റ്റ് അതേതാണ്? പുത്രനായ ക്രിസ്തു. ഇന്നലെ ലോകം കൊണ്ടാടി, അല്ലേ? ആടി, ഒത്തിരി ആടി. സ്തോത്രം. ക്ഷമിക്കണം, ബിസിനസ്സുകാരൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കൂടുതൽ ഈ ബിസിനസ്സുകാരാണ്, എൻ്റെ ഭാഷയിൽ പറയാം കേട്ടോ, ബിസിനസ്സുകാരാണ് ഈ ഓണവും ഈ പൂജയും ഈ ക്രിസ്മസും ഒക്കെ വരുത്തുന്നതെന്ന എൻ്റെ ഒരു എളിയ അഭിപ്രായം. നിങ്ങളങ്ങനെ ചെയ്തതെന്നല്ല. സ്തോത്രം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, മെഗാ എന്താണ് ഓഫർ, ക്രിസ്മസ് ഡീൽ. അപ്പോഴാണ് ക്രിസ്മസ് ആയല്ലേ. ഈ ഡീലിന് വേണ്ടി അല്ല യേശു ജനിച്ചത്. പിതാവായ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പുത്രനായ ക്രിസ്തുവാണ്. 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചതവൻ അവനോട് കൂടെ സകലവും നമുക്ക് എത്രയധികം നൽകും എന്നാണ് മൂലഭാഷയിൽ വായിക്കുന്നത്. എത്രയധികം നൽകും എന്ന് പറഞ്ഞാൽ, ഒരു ആനയെ ലഭിച്ചു, ആനയെ വാങ്ങിച്ചു. ആനയെ വാങ്ങിക്കാൻ പറ്റി, പക്ഷേ അതിന് തോട്ടി വാങ്ങിക്കാൻ പറ്റിയില്ല, അതിന് പണമില്ലായിരുന്നു എന്ന് പറയാൻ ഒറ്റ ബിസിനസ്സുകാരും ഒരു വ്യക്തിക്ക് പോലും കഴിയത്തില്ല. കാരണം എന്താ? ആനയെ വാങ്ങിയാൽ തോട്ടി ഫ്രീയാ. മനസ്സിലായില്ല? സ്തോത്രം. നമ്മൾ ചില കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഓരോ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത് നമ്മളെ. അതായത് ഏറ്റവും ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞാൽ, പഞ്ചസാര വാങ്ങിച്ചാൽ അതിന് കവർ ഫ്രീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിടികിട്ടി. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും, അതോടുകൂടെ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. എൻ്റെ കാര്യം എന്താകുമെന്ന് ചഞ്ചലിച്ചും ചിന്തിച്ചും തല പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിൻ്റെ കാര്യം ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞു. കാരണം ക്രിസ്തുവിനെ കിട്ടിയതോടുകൂടി അവനിൽ കൂടെ സകലവും കിട്ടി. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുത്തെ എമ്മിനോട് വീണ്ടും പോട്ടെ. അവൻ 3-ാമത് 26-27 വാക്യങ്ങൾ നാം നേരത്തെ ചിന്തിച്ചു. ആമേൻ. 26-27 വാക്യങ്ങൾ. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. നമ്മൾ വായിച്ചു. അവിടെ എന്തുണ്ട്? നമുക്കാരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ഒരു വലിയ ചോദ്യമാണ്. അവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമുക്കുണ്ട്. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമെന്നാണ് കർത്താവിൻ്റെ ദാസൻ അവിടെ ഓർമ്മിപ്പിക്കുവാൻ ഇടയായി തീർന്നത്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തുവാ അതിൻ്റെ അർത്ഥം? സ്നേഹത്തിൽ തികഞ്ഞവൻ ഭയത്തിൻ്റെ പുറത്താണ്. സ്വതന്ത്രം. ഭയത്തിൽ ദണ്ഡനമുണ്ട്. ഭയത്തിന് ഒരുവൻ ദൈവത്തെ ആരാധിക്കുന്നത് പേടി കൊണ്ടാണെങ്കിൽ അവൻ്റെ ആത്മീയ ജീവിതം വളരെ ശോഷണമാണ്. എന്തുവാ അത് പറഞ്ഞതിൻ്റെ അർത്ഥം? പേടി വേണ്ടതാണോ? പൗലോസ് പറയുന്നു, ഞാൻ ഭയപ്പെടുന്നു. എന്താ? മണവാട്ടി അവളുടെ സ്തോത്രം വിശുദ്ധീകരണം വിട്ട് വഷളായി പോകുമോ എന്ന്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനുള്ളതായ ഏകാഗ്രത നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസിന് പേടിയുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. സ്തോത്രം. ഭയത്തോടെ നിങ്ങളുടെ പ്രവാസകാലം കഴിപ്പീൻ പത്രോസ് പറയുന്നു. പത്രോസിന് പേടിയുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇവരെല്ലാം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോയവരല്ല. അവർക്ക് ഭയമുണ്ട്. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ കടിച്ചു കീറുന്ന ഒരു സിംഹത്തിന്റെ രീതിയിലല്ല അവർ ഇടപെട്ടത്. ബഹുമാനത്തിൽ പൊതിഞ്ഞൊരു സ്നേഹവും അങ്ങനെ ഒരു ഭയവുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇതാണ് ആരാധനയുടെ തത്വം എന്ന് പറയുന്നത്. ഇതില്ലയോ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്കകത്ത് ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ബഹുമാനത്തിൽ പൊതിഞ്ഞ ഒരു ഭയമാണ്.
അവൻ കടിച്ചു കീറുന്നതായ ഒരു ജീവജന്തുവിന് മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു ഫീലിങ്ങിലല്ല നിൽക്കുന്നത്. അവൻ എന്നെ സകലതും അറിയാവുന്നവനും എന്നെ എല്ലാമാണ്. സ്തോത്രം. എന്നെ ശരിയായി നടത്തുവാൻ കഴിയുന്നവനാണ്. അവൻ എന്നെ ആദ്യവും അന്ത്യനുമാണ്. എന്നെ ശരിയായി അറിയുന്നവനാണ്. എനിക്ക് വേണ്ടതെല്ലാം അവൻ്റെ കാര്യങ്ങളിലുള്ളവനാണ്. എന്നെ സൃഷ്ടിച്ചവനാണ്. അവൻ പ്രതീക്ഷിക്കുന്നത് എന്നിൽ നിന്ന് ഒരു സ്തുതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നാം നിറയപ്പെടണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്താണ് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം? ഒത്തിരി വിശദീകരണങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, മനസ്സിലാക്കാൻ വേണ്ടി. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ക്രിസ്തു നമ്മെ സ്നേഹിച്ച കാര്യമല്ല, നമുക്ക് ക്രിസ്തുവിന്മേലുള്ളതായ സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ നല്ലവണ്ണം വിദ്യാഭ്യാസം ചെയ്ത നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്, ഈ പട്ടണത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ നമുക്കറിയാം ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാം. റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാം. വീട്ടിലായിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഇതൊക്കെ നല്ലവണ്ണം പരിജ്ഞാനമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു കൊച്ചുകുട്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞ് കൈ വെട്ടിച്ചേച്ച് തിരക്കുള്ള റോഡിൻ്റെ നടുവിലേക്ക് എടുത്ത് ചാടാൻ വേണ്ടി 1-2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു ചാടി. അപ്പോൾ മകനെ, ഞാൻ നിന്നോട് പറയുന്നു, തിരികെ വരിക എന്നല്ല പറയുന്നത്. അയ്യോ എൻ്റെ മോനെ എന്ന് പറഞ്ഞ ഒറ്റ ചാട്ടമായിരിക്കും കൂടെ, ഇല്ലേ? കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടില്ലേ, സഹോദരം 14 നിലയെന്നോ 10 നിലയെന്നോ കയറി കുഞ്ഞിനെ എടുക്കാൻ പോയത് ഒരു സഹോദരി. പരിജ്ഞാനത്തെ കവിയുന്ന, ബോധമില്ലാഞ്ഞിട്ടല്ല, ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാതായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്കകത്ത് ഒത്തിരി പരിജ്ഞാനമുള്ളവരാണ് നമ്മൾ. പലപ്പോഴും ദേവദാസന്മാരൊക്കെ പറയുന്നത് കേട്ടില്ലേ, ഷട്ടോടയരുതെന്ന് വിചാരിച്ച് നമ്മൾ ആരാധിക്കുന്നത്. കൂടുതൽ ഒത്തിരി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, ഇന്ന് സങ്കടമുണ്ട്, ചില സഭകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ എല്ലാം തിരിച്ചു നോക്കുക, എന്നാ സംഭവിച്ചത് എവിടെ. സ്തോത്രം, സ്തോത്രം. ഈ ഗതികേടിൽ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. പരിജ്ഞാനത്തെ കവിയുന്ന ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ പിടിച്ചാൽ, എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം, ഈ സ്മിത്ത് വിഗിൽസ്വർത്തിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പല എഴുത്തുകളും എന്നെ ഒത്തിരി സ്വാധീനിക്കാനിടയായിരുന്നിട്ടുണ്ട്. അദ്ദേഹം ആത്മാവിലങ്ങ് ജീവിക്കുന്ന വേറൊരു പ്രകൃതക്കാരൻ്റെ ഒരു മനുഷ്യനാണ്. ഒരിക്കൽ താനും തൻ്റെ കൂട്ടുകാരും എല്ലാം കൂടി ഇങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ഇദ്ദേഹം പുറകിൽ നിന്നുകൊണ്ട് ഒരു ഒറ്റ വിളി, സ്റ്റോപ്പ് ദ വെഹിക്കിൾ. ഡ്രൈവറെ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടി വണ്ടി നിർത്തി. അതോ ഇനി വാഹനമായിരുന്നു, മറ്റേ കുതിരയാണോ എന്ന് എനിക്കറിയില്ല, എങ്ങനെ നിർത്തി, പെട്ടെന്ന് നിർത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു, സർ എന്തു പറ്റി, എന്തെങ്കിലും അപകടം ഉണ്ടായോ? മറുപടി പറഞ്ഞില്ല. അദ്ദേഹം കുനിഞ്ഞിരുന്ന്, കർത്താവേ, സോറി ഫോർ മീ. We were talking most of the other things in the world, but not of you. നിന്നെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല, ലോകത്തിലെ സകല കാര്യവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നോട് ക്ഷമിക്കണേ കർത്താവേ. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് 15 മിനിറ്റുകളിൽ ഇടവിട്ട് അദ്ദേഹം ബൈബിൾ വായിക്കുകയോ ഒരു വാക്ക് കർത്താവിനോട് പറയുകയോ ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. സ്തോത്രം, സ്തോത്രം. ക്ഷമിക്കണം, പല ദൈവമക്കളും ഞായറാഴ്ച ബൈബിൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച നോക്കിയാൽ മതി ബൈബിള്. സ്തോത്രം, ഹല്ലേലൂയ. പിന്നൊരു പരവേശമാണ്, പിന്നൊരു ബഹളമാണ്. ഈ അവസ്ഥയിൽ നിന്ന് മാറി കർത്താവിൻ്റെ വചനത്തിൽ ഒന്ന് ജീവിക്കാനിടയായാൽ എത്ര സന്തോഷമെന്നറിയാവോ? അത് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും, നമ്മളെ ഫ്രഷ് ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മൻ്റെ ഒരു ശുശ്രൂഷയാണ് നമ്മുടെ അകത്ത് ഉള്ള ഇൽ ഫീലിങ്ങുകളെ, ഡിപ്രഷൻസിനെ, ആന്തരികമായി മുറിവുകളെ ആത്മാവ് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കും. അതൊന്ന് കയറി ഒന്ന് ശുശ്രൂഷ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഷ് ആയിരിക്കും. ഹല്ലേലൂയ. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ഒരു നല്ല ആത്മീയ ഗീതം പാടിക്കൊണ്ടൊന്ന് ഉറങ്ങിക്കേ. ആ രാത്രി മുഴുവൻ നിങ്ങൾ പാടും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാമെന്നുണ്ടെങ്കിൽ രാത്രി മുഴുവനും. കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പ്രസംഗിക്കാനിടയായിത്തീർന്നു, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നു, എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു അമ്മച്ചിയാണ്, എന്നിട്ട് പറഞ്ഞു, ഞാൻ കാണുന്നു, ഞാൻ രാത്രി മുഴുവൻ ഭയങ്കര പ്രയാസത്തിലാണ്, ഞാൻ കാണുന്നത് കുതിരകൾ ഇങ്ങനെ പറക്കുന്നു. അത് ശരി. മലകളൊക്കെ ഇങ്ങനെ കത്തുന്നു, അതിങ്ങനെ ഒഴുകുന്നു, ഇങ്ങനെ ഭീകരമായ കാര്യങ്ങളാണ്.
കൊമ്പ് മുളച്ച് വരുന്നു ചിലർക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. നാക്കൊക്കെ ഇങ്ങനെ തീ പോലെ വെരിയിലേക്ക് വരുന്നു. അപ്പം ഇത് ഒരു വലിയ പോരാട്ടമാണ് വാസ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ബുദ്ധി ഉണ്ടായിരുന്നൊരു വാസ ചോദിച്ചു, ആട്ടെ അമ്മച്ചി നിങ്ങൾ വൈകിട്ട് എന്തുവാ ചെയ്യുന്നേ, കാര്യങ്ങളെങ്കിൽ ചോദിച്ച് കൗൺസിൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു, ഞാൻ TV കാണാറുണ്ട്. ഓക്കെ, TV ഏത് ചാനലാണ് കാണുന്നേ? കണ്ട് പറഞ്ഞു വന്നപ്പോഴെന്നല്ലോ അറിയോ, ഈ ഹൊറർ ഫിലിംസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അമ്മച്ചി കണ്ടുകൊണ്ടിരിക്കുന്നേ. പിന്നെ ഇതല്ലാതെ പിന്നെ എന്തുവാ രാത്രി കാണണ്ടേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മിൽ വീണ ദൈവത്തിന് വചനം ഗുണം വരണമെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ കട്ട് ചെയ്യണം, ഷട്ട് ഡൗൺ ചെയ്യണം, ചിലത് ക്ലോസ് ചെയ്തിട്ട് സ്തോത്രം പറയാൻ തുടങ്ങണം. അപ്പോഴാണ് ഇത് വ്യാപരിക്കുന്നത്, ഇത് വിടുതലായിത്തീരുന്നത്. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം, ഒത്തിരി ഉപദേശങ്ങൾ ജീവിക്കകത്തൂടെ ഇങ്ങനെ ലോകം മുഴുവൻ കറങ്ങി നടക്കുക. നമ്മെ ദൈവം ഏൽപ്പിച്ച ഉപദേശത്തിന് വിരോധമായതിനെ എവിടുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ വൈറസ് പോലെ വ്യാപരിക്കും. അതുകൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഒത്തിരി കേട്ടില്ലെങ്കിലും കേട്ടത് മുറുകെ പിടിക്കുന്ന നല്ലത്. കരമുയർത്തി കർത്താവ് ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ആദ്യ തീരുമാനത്തിലേക്കും ആദ്യ പ്രതിഷ്ഠയിലേക്കും തിരിച്ചു വന്നുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഒരു ചെയാളി ചോദിക്കുന്ന 3 വെല്ലുവിളി ചോദ്യങ്ങളെ നാം കാണുന്നു. ഒന്ന്, നമുക്ക് പ്രതികൂലമാർ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു എന്ന് ചോദിച്ചിട്ട് പറയാം, നമുക്ക് പ്രതികൂലമാർ. പ്രതികൂലമില്ലേ? രണ്ടാമത്തെ ചോദ്യം, നമുക്ക് കുറ്റം ചുമത്തുന്നവനാർ. മൂന്നാമത്, നമ്മെ വേർതിരിക്കുന്നവനാർ. നമുക്ക് പ്രതികൂലമാർ. പ്രതികൂലമില്ലാത്തതുകൊണ്ടാണോ എന്ന് പറയുന്നത്? പൗലോസിലേക്ക് തന്നെ വരാം. പ്രതികൂലം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. അതിന് 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, യഹൂദന്മാർ. ഞാൻ ഇനി അതങ്ങ് പറഞ്ഞങ്ങ് പോവാം. 1-ാമത്തെ പൗലോസ് ചോദിക്കുന്നു, പ്രതികൂലമാർ. മറുപടി കൊടുക്കേണ്ടത്, അയ്യോ ആരുമില്ല പൗലോസേ, ആരുമില്ല കേട്ടോ. കർത്താവ് ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാർ. കേട്ടോണ്ടിരിക്കുന്നവരെന്തോ പറയണം? പൗലോസേ, ഒരു പ്രതികൂലവും ഞങ്ങൾക്കില്ല. ഇല്ലയോ പ്രതികൂലം? പൗലോസ് തന്നെ മറുപടി പറയുന്നു. 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി കാണുന്നത്, യഹൂദന്മാർ അവനെ പിടിക്കേണ്ടതിന് വേണ്ടി ശ്രമിച്ചു, അവനെ വാക്കിൽ പിടിച്ചു, അവനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു. അവൻ എവിടെയെല്ലാം ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ടോ അവിടെയെല്ലാം ജാതികളെ ഇളക്കി കല്ലെറിയിച്ചു. ലുസ്ത്രയിൽ വെച്ച് കല്ലെറിയിക്കുന്നത് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. അത് മാത്രമല്ല, 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 40-ലധികം പുരുഷന്മാർ, യഹൂദന്മാരാകട്ടോ, അവർ പറഞ്ഞു, ഇനി പൗലോസിനെ കൊന്നു മുടിച്ചിട്ടല്ലാതെ ഞങ്ങൾ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. പോരാട്ടമുണ്ടോ? പ്രശ്നമുണ്ടോ? ഹല്ലേലൂയ. ഈ വെല്ലുവിളി നടത്തുന്ന ഈ ജയാളിക്ക് പോരാട്ടമുണ്ടോ? സ്വന്തക്കാരിൽ തന്നെ. ഒരിക്കൽ ആരെല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞോ, അവർ തന്നെയാ നിന്നുകൊണ്ട് പൗലോസിനെ അറിയാൻ വയ്യാത്ത ദേശത്ത് ജാതികളെ ഇളക്കി. ഇതാ ഒരുത്തൻ വരുന്നോണ്ട് വിപ്ലവകാരിയാണ്, നിങ്ങളെ മുഴുവൻ മറിക്കും എന്ന് പറഞ്ഞ് അവന്റെ സുവിശേഷ വേല തടയുന്ന ഒരു വലിയ ജാതിയായി അവർ മാറ്റപ്പെട്ടു. ചെല്ലുന്നതിന് മുമ്പേ ദൈവപ്രവൃത്തികളാണ് നടക്കേണ്ടത്. ചെല്ലുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ച് അവിടെ അന്തരീക്ഷം ക്ലിയർ ആക്കിയാണ് ചെയ്യേണ്ടത്. അപ്പോസ്തലനെ പോലും സമ്മതിച്ചില്ല. അങ്ങനെ ഒരു വലിയ ദുർവ്യാപാരം അവിടെ നടക്കുക. രണ്ടാമത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യങ്ങൾ നമ്മൾ പ്രകാരം കാണുന്നു. ദമത്രിയോസ് എന്ന് പറയുന്നൊരു തട്ടാൻ. പ്രതികൂലം ഉണ്ടോ? ദമത്രിയോസ് എന്ന് പറയുന്നൊരു തട്ടാൻ അവൻ പറഞ്ഞു, അർത്തമീസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ മഹാദേവിയുടെ ക്ഷേത്ര രൂപബിംബങ്ങളെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ ആരും വരുന്നില്ല, ഞങ്ങളുടെ ബിസിനസ്സിന് ലാഭം നഷ്ടപ്പെട്ടു. അത് ഇവൻ ഒരുത്തൻ കാരണമാ. ഇവനെ ഇങ്ങനെ വിട്ടേച്ച പറ്റത്തില്ല, ഇവനെ അറസ്റ്റ് ചെയ്യണം. ഇളകി വലിയ വിഷയമായി നമുക്ക് ആ ഭാഗം അറിയാം. പ്രശ്നമുണ്ടോ? മൂന്നാമത് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യം. ആമേൻ. 14-ാമത്തെ വാക്യം. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലം എന്ന കൊടുങ്കാറ്റടിച്ചു. 20-ാമത്തെ വാക്യം. വളരെ നാളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ഒന്നും കാണാതെ ഏതാണ്ട് 14 ദിവസത്തോളം അവിടെ ആരും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്രയും കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി എന്നാ വായിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ ഏതോ ഒരു ഡെക്കിൽ ഇതിൻ്റെ കയറിലോ കമ്പിലോ എങ്ങോട്ട് തൂക്കിപ്പിടിച്ച് കിടക്കുന്ന ആമേൻ പകുതി ഉറക്കത്തിൽ കിടന്നിങ്ങനെ ഒലഞ്ഞുകൊണ്ടിരിക്കുന്ന പൗലോസ് പോലും ചിന്തിച്ചു പോയി, രക്ഷപ്പെടാൻ പോകുന്നില്ല. തീർന്നു, പരിപാടി തീർന്നു. സ്തോത്രം. പ്രതികൂലമുണ്ടോ? വെല്ലുവിളിക്കുന്ന ഈ ജയാളിക്ക് പ്രതികൂലമുണ്ടോ? ശരിക്കും അനുഭവിച്ചതാ. ആമേൻ. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭയങ്കര ലിസ്റ്റ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, വഴിയിലെ ആപത്ത്, നഗരത്തിലെ ആപത്ത്. സ്തോത്രം. ആമേൻ. ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ഒരു ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. കല്ലേറേറ്റു,
സ്വതന്ത്ര കോൽ കൊണ്ടടിച്ചു, വെള്ളത്തിൽ കിടന്നു രാത്രി മുഴുവൻ, പലവട്ടം പട്ടിണി, പൈതാഹം, നഗ്നത, ഇങ്ങനെയുള്ള അസാധാരണ കാര്യങ്ങൾ ഏറ്റു. പ്രതികൂലമുണ്ടോ? ദൈവം അനുകൂലമാണെങ്കിൽ എല്ലാം ക്ലിയർ ആകേണ്ടതല്ലേ? പൗലോസ് പറയുന്നു, ഇപ്പോഴും ഞാൻ പറയുന്നത് അതേ വാക്ക് തന്നെയാ. ഇത്രയും പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പറയുന്നു, ദൈവം അനുകൂലമാണെങ്കിൽ ഇതൊന്നും എന്നെ സ്റ്റോപ്പ് ചെയ്യത്തില്ല. പ്രശ്നം വന്നാൽ അതിനെ ആത്മാവിൽ ചവിട്ടിക്കേറാൻ എന്റെ മേലൊരു അഭിഷേകമുണ്ട്. 1 തെസ്സലോനിക്കർ 2:17-18. ആമേൻ. പ്രതികൂലം അടുത്തത് കാണുവാൻ കഴിയുന്നു. പലവട്ടം താൻ നേടിയ വിശ്വാസികളെ ഒന്നുകൂടെ പോയി ഒരു സെക്കൻഡ് റൗണ്ട് ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചവരെ കൃപയിൽ നിർത്താൻ ഒരാഗ്രഹമുണ്ട്. പക്ഷെ സാത്താൻ തടുത്തു. ശാസിച്ച പോവുകയല്ലേ, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ ഓടിപ്പോകുന്നതാണ് പൗലോസിന് മുമ്പ്. പക്ഷേ സാത്താൻ പോയത് ബ്ലോക്ക് ചെയ്തു. അതിനെ മുതലെടുത്ത് എല്ലാവരും പറഞ്ഞു, പൗലോസിൻ്റെയും വരികയല്ല കേട്ടോ, പുള്ളി പോയ പോക്ക. സ്തോത്രം. അയാളെ വിശ്വസിക്കാൻ പറ്റുകയല്ല. ആൾക്കാരെ വിളക്കി വിട്ടുകൊടുത്തു. സാത്താൻ തടുത്തു. 2 കൊരിന്ത്യർ 11:26 നമ്മൾ കാണുന്നു, കള്ള സഹോദരന്മാരായുള്ള ആപത്ത്. എന്നെ കഴിഞ്ഞിടയ്ക്ക് ഒത്തിരി ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. ബെറിയേശു എന്ന് പറയുന്നവൻ താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ, അവന്റെ മേൽ ദൈവത്തിന് കൈ വീണു, കണ്ണ് രണ്ടും കാണാതെയായി. അപ്പോഴെല്ലാവരും പറഞ്ഞു, അയ്യോ ഇതൊരു ഭയങ്കര പ്രവൃത്തിയാണ്. അവൻ്റെ കണ്ണിലും അവൻ്റെ കൈയുടെ അഗ്നവിക്ഷേപത്തിലുമാണ് അവൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി, മന്ത്ര പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ രണ്ടും ബ്ലോക്ക് ചെയ്തു. കൈ പിടിച്ചുകൊണ്ട് അവൻ നടത്തപ്പെട്ടു. മറ്റുള്ളവരുടെ കൈ അവനെ ബന്ധിച്ചു. ഇതിനെ സാത്താൻ്റെ മകനെ അവനെ കയറി വിളിച്ച് അവനെ ഒന്ന് വിവേചിച്ചു. ഈ ദൈവദാസനെ കള്ള സഹോദരനെ കണ്ട് മനസ്സിലായില്ലയോ? ഫേലിക്സിനെയും ഫെസ്തോസിനെയും അഗ്രിപ്പ രാജാവിനെയും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ വിവേചിച്ചു. അവർ പറഞ്ഞു, അയ്യോ പൊന്നച്ചോ, നമുക്ക് നാളെ കേൾക്കാം, പിന്നീട് അവസരത്തിൽ വിളിക്കാം. അവൻ നിത്യജീവനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ന്യായവിസ്താരത്തെക്കുറിച്ചും വരാൻ പോകുന്ന കോപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നാളെ ആട്ടെ, അടുത്ത പ്രാവശ്യമാട്ടെ, ഇതിനെ വിളിക്കാം. പേടിച്ചു പോയി, വിവേചിച്ചു. പലരെയും ആത്മാവിൽ സംസാരിക്കുവാനിടയായി തീർന്നു. ഈ പൗലോസിനെ ദൈവം ചിലത് മറച്ചു വെച്ചു. യൂത്തിക്കോസ് താഴെ വീണു. അവൻ്റെ അടുക്കൽ ചെന്നു തഴുകി. എന്നിട്ട് പറഞ്ഞു, പ്രാണൻ ഇവൻ്റെ മേലുണ്ട്, സാരമില്ല. ഏത് ഉദ്ദേശിയായാലും ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഒന്നിൽ അന്ന് മീറ്റിംഗ് വേണ്ടാന്ന് വെക്കും. അതല്ലെങ്കിൽ സൗഖ്യമായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചോദിക്കത്തില്ലയോ എങ്ങനെയുണ്ടെന്ന്? എൻ്റെ സംശയം ഇന്നും തീർന്നിട്ടില്ല. പൗലോസ് തിരിച്ചു വന്നിട്ട് ചോദിച്ചില്ല, ആ യൂത്തിക്കോസ് എങ്ങനെ ഇരിക്കുന്നെന്ന് ഒറ്റ വാക്കുപോലും ചോദിച്ചില്ല. ആ വഴി അങ്ങ് പോയി. കാരണം അവന് നല്ല ഉറപ്പായിരുന്നു, അവൻ രക്ഷപ്പെട്ടു. ജീസസ്. ഇത്രയും നല്ല ഉറപ്പുള്ളവനാണ് പൗലോസ്. പക്ഷേ അവൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടും അവനെ വഞ്ചിച്ചതായ കള്ള സഹോദരന്മാരെ വിവേചിക്കാൻ കഴിയാതെ ദൈവം ചിലത് ബ്ലോക്ക് ചെയ്തു. എലീശായുടെ കണ്ണുകൾ വിവേചിച്ച് ഗേഹസിയെ മനസ്സിലാക്കിയതാ. പക്ഷേ ആ കണ്ണുകൾക്ക് ഓടി വരുന്ന ബാല്യക്കാരത്തിയുടെ സഹോദരിയുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദൈവം ചിലതിനെ ക്ലോസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സ്തോത്രം. 2 കൊരിന്ത്യർ 10:2 വായിക്കുന്നു, സഭയിൽ തന്നെ ചിലരെ പിശാച് എഴുന്നേൽപ്പിച്ചു. പൗലോസിന് വിരോധമായി സംസാരിക്കാൻ ചിലതിനെ ദൈവം അനുവദിച്ചു. ഞാൻ പറയട്ടെ, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് വരുന്നതൊക്കെ കർത്താവ് അറിഞ്ഞും അനുവദിച്ചുമാണ്. അത് വലിയൊരു സമാധാനമാകട്ടോ. സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയണം, ഇതിൻ്റെ പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കും. ഞാൻ പറയാറുണ്ട്, പ്രഷർ കുക്കറിനെ നോക്കിയാൽ മതി, നല്ല ഉദാഹരണം അതിലുണ്ട്. പ്രഷർ കൂടി കഴിയുമ്പോൾ ഇവൻ ഒരൊറ്റ അടിയാ വിസിലടിച്ച് കഴിഞ്ഞാൽ പ്രഷർ നോർമലായി കഴിയുമ്പോൾ ആ വിസിൽ വീണ്ടും താഴും, വീണ്ടും അടുത്തതിന് വേണ്ടി അടിക്കാൻ. സ്തോത്രം. എനിക്ക് സഹിക്കാൻ വയ്യാന്ന് നമ്മൾ വിളിക്കുമ്പം കർത്താവ് ചിലതൊക്കെ വിസിലൊക്കെ അങ്ങോട്ട് പൊക്കി വിട്ട് തൽക്കാലത്തേക്ക് ഒന്ന് നോർമലാക്കും. അടുത്തത് പുറകെ വരുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ വേഗണം, പാകമാകണം. അവൻ്റെ നാവിൽ നിന്ന്, അവൻ്റെ വായിൽ നിന്ന് നമുക്ക് വീണ് കളയാതിരിക്കാൻ പറ്റിയ പാകത്തിലാകണമെന്നേ ഉള്ളൂ. കർത്താവ് നമ്മെ ദുഃഖിപ്പിക്കുന്നവനല്ല, മനസ്സോടെയല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതികൂലം എന്തെന്ന് ശരിയായി അറിയാവുന്ന പൗലോസ് ചോദിക്കുന്നു, വെല്ലുവിളിച്ച് ചോദിക്കുന്നു. ആമേൻ, ആമേൻ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെന്ന് എങ്ങനെ അറിയാം? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് മടങ്ങി വരുന്നു. ദൈവം നമുക്ക് അനുകൂലമെന്ന് എങ്ങനെ അറിയാം? യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. അവൻ എത്രയ്ക്ക് സ്നേഹിച്ചു, അത്രയ്ക്ക് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ദൈവം അനുകൂലമാണെന്ന് എങ്ങനെ അറിയാം? ഈ കാലഘട്ടത്തിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന അത്ര അടുത്ത്
ഒരു ജാതിയുടെ കൂട്ടത്തിൽ ജനിച്ച എനിക്കും നിങ്ങൾക്കും ആമേൻ ആമേൻ അബ്രഹാമുമായി യാതൊരു പാരമ്പര്യവും പറയാനില്ലായിരുന്നു, ബന്ധവും പറയാനില്ലായിരുന്നു. പക്ഷേ ദൈവം അനുകൂലമായതുകൊണ്ട് എൻ്റെ അപ്പച്ച എന്ന് വിളിച്ചാൽ കേൾക്കുന്ന പരുവത്തിൽ അവൻ അടുത്ത് വന്നിക്കുക. ഇപ്പോൾ സുപ്രസാദകാലമാണ്, ഇത് രക്ഷാ ദിവസമാണ്. ആകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. ആമേൻ. ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അതൊന്ന് വായിക്കുന്നത് നല്ലതാ, കാരണം യേശുവിന്റെ ജനനമൊക്കെ കൊണ്ടാടിയിട്ടിരിക്കുകയാണല്ലോ. ഒന്ന് വായിക്കുന്നത്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. അവൻ തന്റെ ജനത്തെ, എല്ലാരെയാണോ ആ വാക്ക് കേട്ടോ? തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. കർത്താവിന്റെ കമ്പ്യൂട്ടറിൽ പേരെഴുതിയ ചിലരുണ്ട്. അവർ രക്ഷപ്പെടേണ്ടതിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. നമ്മളെ അവൻ കണ്ടത് ഓർത്ത് കർത്താവിനെ ചോദിക്കാമോ? ഇങ്ങനെ എപ്പോഴും അങ്ങ് വിഷമത്തിൽ ഡിപ്രഷനിലങ്ങ് ഇരിക്കാതെ കർത്താവ് നീ എന്നെ വിളിച്ചതിനായി സ്തോത്രം 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 എന്നൊരു 4 വാക്കൊന്ന് പറഞ്ഞേ. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്തോത്രം, ഒരു പ്രൈസിലോടൊക്കെ ഒന്ന് പറഞ്ഞേ. അന്തരീക്ഷം മാറുന്ന കാണാം. കാരണം നമ്മെ രക്ഷിക്കാനാണ് അവൻ ജനിച്ചത്. ആമേൻ. മാത്രമല്ല നമ്മെ രക്ഷിക്കാൻ ബോൺ ടു ഡൈ, അവൻ മരിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. അതുപോലെ ജനനം ആർക്കും ഉണ്ടായിട്ടില്ല. ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാണ് ഒത്തിരി പേര് നമ്മളൊക്കെ. എന്നാൽ യേശു ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. അതിൻ്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, ഇമ്മാനുവേൽ എന്ന പേര് വിളിച്ചു. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അതെ, ഇമ്മാനുവേൽ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മോട് കൂടെ. സ്തോത്രം. ക്രൂശിലേക്ക് നോക്കിയാൽ, എബ്രായ ലേഖനം 2:15 വായിക്കുന്നു, ക്രൂശിൽ നോക്കിയാൽ നമുക്കറിയാം അവൻ നമുക്ക് അനുകൂലമാണെന്ന്. സ്തോത്രം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, 22-23 വാക്യങ്ങളിൽ. ആമേൻ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരമെങ്കിൽ, പിന്നെ അവസാനം എന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നവർ മരിക്കും, പക്ഷേ അവർ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. അവനോടുകൂടെ അവനെ പോലെ ആദ്യ ഫലമായി ക്രിസ്തുവിനെ പോലെ നാം ഉയർക്കും. ഈ പ്രത്യാശ നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെയല്ല. ഇനി ഉയരങ്ങളിലേക്ക് നോക്കിയാലോ, പിതാവിൻ്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം കഴിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെയാണ് കാണാൻ കഴിയുന്നത്. നമുക്കൊരു കാര്യസ്ഥൻ ഉയരത്തിലുണ്ട്. നമ്മുടെ വിഷയം പറഞ്ഞാൽ കേൾക്കുന്ന ഒരുത്തൻ അവിടെ ഉണ്ട്. സ്തോത്രം. ആമേൻ. എബ്രായർ 4:16 പറയുമ്പോൾ കൃപാസനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് സ്തോത്രം അവധിയുള്ള കോടതിയല്ല, അവധിയില്ലാത്ത ഒരു കോടതിയും അവധിയെടുക്കാത്തൊരു ജഡ്ജിയും നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ അവൻ ഇന്ന് വക്കീലാണ്, നാളെ ഒരു ന്യായാധിപതിയാണ്. അന്ന് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. ഇപ്പോൾ നല്ല സമയമാണ്. ഇന്നുവരെയും കർത്താവിന് രക്ഷിതാവ് കർത്താവുമായിട്ട് സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു സുവിശേഷ പ്രസംഗം എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഇത് നിന്റെ സമയമാണ്. ഇനി ഒരു സമയം കിട്ടിയെന്ന് വരില്ല. കർത്താവ് അടുത്തിരിക്കുമ്പോൾ അവനുമായി നിരപ്പ് പ്രാപിക്കുക. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. പക്ഷേ ഇന്ന് അതിന് സ്നേഹവും സന്തോഷവും നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ വന്ന് പുതുക്കം പ്രാപിക്കുക, ഉണരുക. കർത്താവ് നമ്മെ വിളിക്കുന്നു. നവോമി മടങ്ങി വരുമ്പോൾ രൂത്ത് വരും. എത്ര പേർക്ക് മനസ്സിലായി? നവോമി മടങ്ങി വന്നു, രൂത്ത് വന്നു. പഴയ നവോമി, ഇറങ്ങിപ്പോയ നവോമി മടങ്ങി വന്ന് രൂപാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ ഒരു രൂത്ത് ചോദ്യം ചെയ്യാതെ പുറകെ വരും. ചില പുതിയതിനൊക്കെ മുന്നോട്ട് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും. സ്തോത്രം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് ദൈവം ഒന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവം അനുകൂലമാണോ? അതെ, കർത്താവിൻ്റെ പ്രവൃത്തി അത് ചൂണ്ടിക്കാണിക്കുന്നു. കാൽവരി ക്രൂശ് അത് ചൂണ്ടിക്കാണിക്കുന്നു. അവൻ നമുക്ക് അനുകൂലം തന്നെയാണ്. എത്രയും വേഗം നാം പ്രത്യാശ വെച്ചിരിക്കുന്ന കർത്താവ് മടങ്ങി വരാൻ പോവുക. അങ്ങനെയാണെങ്കിൽ പ്രതികൂലം ഒരു വലിയ വിഷയമായി ചിന്തിക്കേണ്ട. ഹല്ലേലൂയ. എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. ആമേൻ, ആമേൻ. എനിക്ക് വലുതും വിശാലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. അതുകൊണ്ട് സുവിശേഷ വേല നിർത്തി വെക്കാമെന്നല്ല ആമേൻ പൗലോസ് പറഞ്ഞത്. ഞാൻ അത് തുടരാൻ പോവുകയാണ്. ഒരു നിമിഷം ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ പോവുക. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഈ ചെയ്തിരിക്കുന്ന ദൈവിക പ്രവർത്തികളെ ഓർത്ത്, അവൻ നമ്മുടെ സ്നേഹത്തെ, അവൻ ചൊരിഞ്ഞിരിക്കുന്ന സ്നേഹത്തെ ഓർത്ത് അല്പനിമിഷങ്ങൾ, ചുരുക്കം നിമിഷങ്ങൾ നാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ജീസസ്. ആയിരം ആയിരം നാമങ്ങളാൽ വർണ്ണിപ്പതിനെഴുതൂ, ആയിരം ആയിരം നാമങ്ങളാൽ അത് വർണ്ണിപ്പതിനെഴുതൂ. 10,000-ത്തിൽ എള്ളോരംശം ചൊല്ലി യൗവന്മാരിൽ അസാധ്യമാഹോ. 10,000-ത്തിൽ എള്ളോരംശം ചൊല്ലിടുവാൻ സാധ്യമാകോ.
ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. എതിരായി നിൽക്കുന്ന ശക്തികൾ കീഴടങ്ങട്ടെ. സുവിശേഷ പ്രവർത്തിക്ക് വിരോധമായി നിൽക്കുന്ന ശക്തികൾ തകരട്ടെ. ഹല്ലേലൂയ. Thank you, thank you, thank you. Thank you, Jesus. Thank you, Jesus. Oh, thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Oh, thank you, Lord. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നാമത്തിൽ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. ദൈവിക രോഗശാന്തിയും വിടുതലുകളും പകരണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നിമിഷം ഇരിക്കാം. ഇത്രത്തോളം ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം തന്നുവല്ലോ. അതിനെ അവസരം ഒരുക്കി തന്ന പ്രിയ കൺവെൻഷൻ്റെ കമ്മിറ്റി ഭാരവാഹികളോട് പ്രത്യേക നന്ദി ഹൃദയത്തിൻ്റെ അതേ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു. എളിവരും കുടുംബത്തിൻ്റെ ശുശ്രൂഷയെ ഓർത്ത് ദയവായി പ്രാർത്ഥിക്കുന്ന അപേക്ഷിച്ചും ദൈവം സന്ധിയിരിക്കും. ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി ഐശ്വര്യമായ ദൈവവചനം ഘോഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ധാരാളമായി കർത്താവിൻ്റെ ദാസനെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപാകെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായൊരു വലിയ ചോദ്യമാണ്. ആമേൻ. പ്രതികൂലത്തെ നാം നോക്കേണ്ട കാര്യമില്ല. ദൈവത്തെ അനുകൂലമാക്കി കഴിഞ്ഞാൽ, ദൈവത്തോട് ചേർന്ന് നാം വസിച്ചാൽ, ഈ നാളുകൾ ദൈവത്തോട് ചേർന്ന് നടന്നാൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ വചനം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കട്ടെ. വീണ്ടും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PM പാപ്പച്ചൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്ന് രാത്രിയിലെ യോഗം ഇവിടെ അവസാനിക്കുന്നതാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ അങ്ങയുടെ തിരുവചനം ശ്രവിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങൾക്ക് വലിയ കൃപയ്ക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടുത്തെ ഭക്തനെ അഭിഷ്കൃതമായ ഞങ്ങളുടെ മധ്യ അയച്ചല്ലോ കർത്താവേ. അവിടുത്തെ വചനം ഐശ്വര്യമായി ഘോഷിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ തൻ്റെ ഭക്തന്മേൽ പകർന്നതിനാൽ സ്തോത്രം. അവിടുത്തെ ധാരാളമായി പിന്നെയും കരങ്ങൾ ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞ് ഞങ്ങൾ ഉണരുവാൻ തക്കവണ്ണം കർത്താവേ അവിടുത്തെ കൃപ അവിടുത്തെ ധാരാളമായി പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പണ്ടത്തെ പോലൊരു നല്ല നാൾ ഞങ്ങൾക്ക് ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നേ കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് സഭയായി ഞങ്ങളെ അവിടുന്ന് നയിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നേ കർത്താവേ. അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ലെന്ന് അല്ലെങ്കിൽ അവിടുത്തെ വചനം ഞങ്ങളെ ഓർപ്പിച്ചു
പ്രവർത്തിച്ചതോർത്ത് ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുകയും ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ജീവിതയാത്രയിൽ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ അങ്ങയിലും ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങളുമാകുന്ന ഹല്ലേലൂയ ശ്രേഷ്ഠമാകുന്ന ഈ അനുഭവത്തിൽ അവിടുന്ന് ഞങ്ങളെ നടത്തുമാറാകണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ എതിരുകളും പോരുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ മേൽ ജയം തന്ന് ഞങ്ങളെ നടത്തുന്നതോർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നേ കർത്താവേ. ഹല്ലേലൂയ തണവരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. അനുഗ്രഹത്തോട് ആസ്വാദത്തോട് തന്നെ നേരത്തെ പറഞ്ഞയച്ചാട്ട് തുടർന്നുള്ള എല്ലാ സെഷനിലെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും സമാധാനവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഈ ആത്മീയ ശുശ്രൂഷ എല്ലാ പ്രിയപ്പെട്ടവരുടെ ഇന്നു മുതൽ കർത്താവ് വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു മൂലം നമുക്ക് ചെയ്യുന്നത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. തുടർന്ന് ഭക്ഷണത്തിനുള്ള സമയമാണ്. മുൻപ് നമ്മൾ ചെയ്തു വന്നിരുന്ന പോലെ സഹോദരിമാർ, ദൈവത്തിൻ്റെ ദാസന്മാർ മുമ്പേ കടന്നുപോയി ഭക്ഷണം കഴിക്കുക. തുടർന്ന് മറ്റ് സഹോദരന്മാർ